ആദ്യകാല കലാപത്തിൽ പെടാത്തത് ഏത്? നമുക്കറിയാം, നമ്മുടെ പഴശ്ശി വിപ്ലവവും അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂർ കലാപവും അതുപോലെ തന്നെ കുറിച്യർ കലാപവും ഒക്കെ 1700-850 കാലയളവിൽ നടന്നതാണ്. പക്ഷേ ഈ നിവർത്തന പ്രക്ഷോഭം 1932 നടന്നത്. അപ്പം ആദ്യകാല കലാപത്തിൽ പെടാത്തത് നമ്മുടെ നിവർത്തന പ്രക്ഷോഭമാണ്. ബാക്കി പഴശ്ശി വിപ്ലവവും തിരുവിതാംകൂർ കലാപവും കുറിച്യർ കലാപവും എല്ലാം തന്നെ നമ്മുടെ ആദ്യകാല കലാപത്തിൽ പെടുന്നതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷിൻ്റെ അടിമത്തിൽ നിന്ന് നമ്മൾ രക്ഷ നേടുവാൻ അല്ലെങ്കിൽ നമ്മൾ മോചനം നേടുവാനായിട്ട് നമ്മൾ ആദ്യകാലത്ത് തന്നെ നടന്ന കലാപങ്ങളാണ്. അവിടെ പഴശ്ശി വിപ്ലവമുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറിച്യർ കലാപമുണ്ട്, തിരുവിതാംകൂർ കലാപമുണ്ട്. എന്നാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ. നമുക്ക് നോക്കാം. നോക്കി, കുറിച്യർ കലാപം, പഴശ്ശി കലാപം, തിരുവിതാംകൂർ കലാപം എന്നിവയെല്ലാം തന്നെ ആദ്യകാലത്ത് കേരളത്തിൽ നടന്ന കലാപങ്ങളാണ്. നിവർത്തന പ്രക്ഷോഭം 1932 തിരുവിതാംകൂർ ഭരണപരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭമാണ്. ഓർത്തിരിക്കണം, നമ്മുടെ നിവർത്തന പ്രക്ഷോഭം 1932 തിരുവിതാംകൂറിൽ ആരംഭിച്ചത്. നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് AC ചാക്കോയാണ് കേട്ടോ. IC ചാക്കോയാണ് നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. ഇനിയും കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം ഏതാണ്? നമ്മുടെ നിവർത്തന പ്രക്ഷോഭം തന്നെയാണ്. ഓർത്തിരിക്കണം, കേരളത്തിലെ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം തന്നെയാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖ്യ പത്രമായി അറിയപ്പെടുന്നത് കേരള കേസരി. പഠിക്കണം, ചോദിച്ചിട്ടുള്ളതാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖ്യ പത്രമായി അറിയപ്പെടുന്നത് കേരള കേസരി എന്ന പത്രമാണ്. ഇനി നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തി C. കേശവൻ 1935 അദ്ദേഹം പ്രസംഗം നടത്തിയത്. ഓർത്തിരിക്കണം, 32 തിരുവിതാംകൂറിലെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ആരംഭിച്ച കലാപത്തിന് 35 നമ്മുടെ കോഴഞ്ചേരിയിൽ C. കേശവൻ പ്രസംഗം നടത്തിയത്. അടുത്തത്, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ C. കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്. ഓർത്തിരിക്കണം, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ, നിവർത്തന പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ച നേതാക്കളാണ് C. കേശവനുണ്ട്, TM വർഗീസ് ഉണ്ട്, NV ജോസഫ് ഉണ്ട്, PK കുഞ്ഞുണ്ട്. ഇനി ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ വയനാട്ടിലെ ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്യർ ലഹള. ഓർത്തിരിക്കണം, ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കുവാനായിട്ട് ശ്രമിച്ചു, അല്ലെങ്കിൽ അവിടെ മേധാവിത്വം ഉറപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളായിട്ടുള്ള കുറിച്യർ നടത്തിയ ലഹളയാണ് കുറിച്യർ ലഹള. നടന്ന വർഷം 1812. വർഷം നോക്കണം, അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഓർക്കണം. കുറിച്യർ കലാപം നടന്ന വർഷം 1812. എന്തിനു വേണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുത്തെ ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറിച്യർ ലഹള. ഇനി കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം അതും ചോദിച്ചിട്ടുണ്ട്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. അതായത് നമ്മൾ ബ്രിട്ടീഷുകാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നതിന് പകരം അവർ പറഞ്ഞതാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നായിരുന്നു നമ്മുടെ കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം. ഇനി കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. ഇനി ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം നോക്കണം, ചോദിച്ചിട്ടുണ്ട്. ഏക ഗിരിവർഗ കലാപം, ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം കുറിച്യർ കലാപം തന്നെയാണ്. ഇനി 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായിരുന്നേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH വേബറാണ്. അതായത് കലാപത്തിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞാണ്, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായിരുന്നേനെ എന്ന് നമ്മുടെ കുറിച്യർ കലാപത്തെപ്പറ്റി അഭിപ്രായപ്പെട്ടത് TH വേബറാണ്. കുറിച്യർ കലാപം അടിച്ചമർത്തപ്പെട്ടത് 1912 മെയ് 8. കുറിച്യർ കലാപം അടിച്ചമർത്തപ്പെട്ടത് 1912 മെയ് 8. ഇനി ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ പൈശ്ശിരാജ, കൊട്ടോക്ക് രാജ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമ്മുടെ ബ്രിട്ടീഷുകാരുടെ രേഖകളെല്ലാം പഴശ്ശിരാജ അറിയപ്പെടുന്നത് പൈശ്ശിരാജ, അതുപോലെ തന്നെ കൊട്ടോക്ക് രാജ എന്നിങ്ങനെയാണ്.
പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. ചോദിച്ച ചോദ്യമാണ്, നോക്കണം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ സർദാർ KM പണിക്കറാണ്. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ പഴശ്ശി വിപ്ലവങ്ങളായിരുന്നു. എന്തായിരുന്നു അതിന് കാരണം? പഴശ്ശി വിപ്ലവങ്ങൾ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി നയങ്ങളാണ് അതിന് കാരണം. ഇനി പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ബേബറാണ്. സബ് കളക്ടർ ആയിരുന്നത് തോമസ് ഹാർവേ ബേബർ ആയിരുന്നു. ഇനി ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 1797. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 1805 കാലയളവിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവ കാലം അറിയപ്പെടുന്നത്. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യരാണ്. അതുകൊണ്ടാണ് കുറിച്യർക്കെതിരെ അവർ എന്ത് നടത്തിയത്? ബ്രിട്ടീഷുകാർ അടുത്ത പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ ആ വിഭാഗത്തെ പിടിച്ചെടുക്കാണ്ട് ബ്രിട്ടീഷുകാർ എന്ത് തുനിഞ്ഞിറങ്ങിയത് ഓർത്തിരിക്കണം. അവർക്ക് അവരോട് ദേഷ്യം തുടങ്ങാനുള്ള മെയിൻ കാരണം നമ്മുടെ പഴശ്ശി രാജയെ സഹായിക്കുവാനായിട്ട് ഈ കുറിച്യർ എന്ന് പറഞ്ഞ ആദിവാസി വിഭാഗം വന്നതുകൊണ്ടാണ് ഇവർക്കെതിരെ നമ്മുടെ ബ്രിട്ടീഷുകാർ അവിടെ സ്ഥലവും അതുപോലെ തന്നെ വാസസ്ഥലവും നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇനി പഴശ്ശിരാജയുടെ സർവേ സൈനാധിപൻ ആരായിരുന്നു? കൈതേരി അമ്പുവാണ്. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് തലക്കൽ ചന്തു. നമുക്ക് പഴശ്ശിരാജ സിനിമ കണ്ടറിയാം, അതിൻ്റെ തലക്കൽ ചന്തുവിൻ്റെ റോളുണ്ട്, ഓർത്തിരിക്കണം. തലക്കൽ ചന്തുവാണ് നമ്മുടെ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്. ഇനി പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തപ്പെട്ട ബ്രിട്ടീഷ് സൈനാധിപൻ ആർത്തർ വെല്ലസി കേട്ടോ. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ ആർത്തർ വെല്ലസിയാണ്. പഴശ്ശി രാജ മരണമടഞ്ഞ വർഷം 1805 നവംബർ 30 കേട്ടോ. 1805 നവംബർ 30 പഴശ്ശി രാജ മരണമടഞ്ഞത്. ഇനിയും തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരത്താണ്. പഴശ്ശി സ്മാരകമുള്ളത് മാനന്തവാടിയിലാണ്. 1808-9 കാലയളവിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളാണ് തിരുവിതാംകൂർ കലാപം കേട്ടോ. അത് പഴശ്ശിരാജ മരിച്ചതിന് ശേഷം 808-809 കാലയളവിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് നമ്മുടെ തിരുവിതാംകൂർ കലാപം. തിരുവിതാംകൂറിലെ ഓരോ ഭരണപരിഷ്കരണങ്ങൾക്കെതിരെ നടന്ന കലാപം കൂടിയാണ് നമ്മുടെ തിരുവിതാംകൂർ കലാപമായിട്ട് അറിയപ്പെടുന്നത്. സോ ആദ്യകാല കലാപത്തിൽ പെടുന്നതാണ് തിരുവിതാംകൂർ കലാപം, അതുപോലെ തന്നെ പഴശ്ശി വിപ്ലവം, അതുപോലെ തന്നെ കുറിച്യർ കലാപം. നിവർത്തന പ്രക്ഷോഭം മാത്രം 1932 കാലയളവിൽ നടന്നതാണ്. അതും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നതാണ്, പക്ഷേ ആദ്യകാല കലാപത്തിൽ പെടുന്നതല്ല എന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിയേ. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചും അവർക്ക് നേതൃത്വം നൽകിയവരെക്കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായത് കണ്ടെത്തി രൂപീകരിക്കുക അല്ലെങ്കിൽ യോജിപ്പിക്കുക. ഒന്നാമത്തേത് വൈക്കം സത്യാഗ്രഹം, രണ്ടാമത്തേത് മിശ്രഭോജനം, മൂന്നാമത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, നാലാമത്തേത് പന്മന ആശ്രമം. ബി ഓപ്ഷനിൽ ചേരുമ്പടി ചേർക്കേണ്ടത് ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, KP കേശവമേനൻ, സഹോദരൻ അയ്യപ്പൻ. നമുക്കറിയാവുന്നതൊന്ന് കറപ്പിച്ച് നോക്കി. നിങ്ങൾക്ക് വൈക്കം സത്യാഗ്രഹം നടന്ന ആരാ മുൻതൂക്കം വഹിച്ചെന്നറിയാവോ? വൈക്കം സത്യാഗ്രഹം ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന് മുൻതൂക്കം കൊടുത്തത്? അറിയാവോ? കേശവമേനൻ, KP കേശവമേനനാണ് വൈക്കം സത്യാഗ്രഹം മുൻതൂക്കം കൊടുത്തത്. ഇനി മിശ്രഭോജനം ആരുടെ കോൺസെപ്റ്റാണ്? പഠിച്ചതല്ലേ നമ്മൾ. മിശ്രഭോജനം ആരുടെ കോൺസെപ്റ്റാണ്? മിശ്രഭോജനം എന്നുള്ളത് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ്റെ കോൺസെപ്റ്റാണ്. അപ്പോൾ നോക്കിയേ, 1 8 വന്നു, 2 9 വന്നു. അടുത്തത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആരുടെയാണ്? ആരുടെ ആശയമാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം? ആരുടെ ആശയമാണ്? ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, ആരുടെയാ? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പം 3 7 വന്നു. അടുത്തത് പന്മന ആശ്രമണം ആരുടെ, എവിടെയാണ് പന്മന ആശ്രമം സ്ഥിതി ചെയ്യുന്നത്? ആരുടെ പേരിലാണ് ഉള്ളത്? നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ പേരിലാണ് പന്മന ആശ്രമം ഉള്ളത് കേട്ടോ, ഓർത്തിരിക്കണം. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിനൊന്നുമില്ല. എന്തെങ്കിലും പറയാൻ പറ്റുമോ ശ്രീനാരായണ ഗുരുവിനെ പറ്റി? പറയാൻ പറ്റുമോ ശ്രീനാരായണ ഗുരു? SNDP കേട്ടോ, SNDP ആണ് അദ്ദേഹം സ്ഥാപിച്ചത്. ഫുൾ ഫോം എന്നാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം കേട്ടോ. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു. അതേപോലെ അതിനകത്ത് ഫേമസ് ആയിട്ടൊരു കോട്ടുണ്ട്, എന്തായിരുന്നു? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് കേട്ടോ. അതാണ് മിക്കപ്പോഴും ബൈഷോപ്പറുള്ളത്. സോ അപ്പോൾ ഓർത്തിരിക്കണം. വൈക്കം സത്യാഗ്രഹം നടന്നത്
നേതൃത്വം നൽകിയത് നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ്. അതേപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് KP കേശവമേനോനാണ്. മിശ്രഭോജനത്തിന് എന്ന കോൺസെപ്റ്റ് മുമ്പോട്ട് കൊണ്ടുവന്നത് സഹോദരൻ അയ്യപ്പനാണ്. അങ്ങനെയാണെങ്കിൽ സമപന്തി ഭോജനം ആരുടെ വാക്കാം? സമപന്തി ഭോജനം ഓർമ്മയുണ്ടോ? അതും ചോദിച്ചിട്ടുള്ള സമപന്തി ഭോജനം ആരുടെയാണ്? സമപന്തി ഭോജനം അതുപോലെ തന്നെയുള്ളതാണ് മിശ്രഭോജനം അല്ലേ? സമപന്തി ഭോജനം, അതായത് വലിയവനും ചെറിയവനും ഒരേ പന്തിയിലിരുന്ന് ഊണ് കഴിക്കാനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് സമപന്തി ഭോജനം ആരുടെ വാക്കായിരുന്നു? സമപന്തി ഭോജനം മറന്നുപോയോ? സമപന്തി ഭോജനം, മിശ്രഭോജനം, അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം, ഇതൊക്കെ നമ്മൾ ഒരു PDF-നകത്ത് പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ആരുടെയാണ് സമപന്തി ഭോജനം? ഓർമ്മയില്ലേ? വൈകുണ്ഠസ്വാമികൾ കേട്ടോ. വൈകുണ്ഠസ്വാമിയുടെയാണ് സമപന്തി ഭോജനം കേട്ടോ, മറന്നു പോകരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതാണ് ആൻസർ? ഉണ്ട് ഓപ്ഷൻ C ആണ്. 1 8-നോട്, 2 9-നോട്, 3 7-നോട്, 4 5-നോട് കേട്ടോ, ഓർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. നോക്കിയേ, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നാണ്. ഇനിയും ഇന്ത്യയിൽ ഐക്യത്തിനെതിരെ ആദ്യം നടന്ന സംഘടിത സമരം ഏതാണ്? നമ്മുടെ വൈക്കം സത്യാഗ്രഹമാണ്. ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള ഐക്യത്തിനെതിരെ വലിയവനെന്ന് ചെറിയവനെന്ന് മേൽജാതി കീഴ്ജാതി എന്നിങ്ങനെ ഐറ്റം, അതുപോലെ തീണ്ടൽ തൊടിയിൽ ഇതിനൊക്കെ എതിരെ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹമാണ്, ഓർത്തിരിക്കണം. ഇനി വൈക്കം സത്യാഗ്രഹത്തിന് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ, CV കുഞ്ഞിരാമൻ. ഈ 3 പേരെ ഓർത്തിരിക്കണം. TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോനാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുള്ളത്. പ്രത്യേകിച്ച് K കേളപ്പനും KP കേശവമേനോനും ഇവരാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. ഓർത്തിരിക്കണം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള നേതാക്കൾ, അതിന് നേതൃത്വം നൽകിയ നേതാക്കളാണ് TK മാധവനുണ്ട്, K കേളപ്പനുണ്ട്, KP കേശവമേനോനുണ്ട്, CV കുഞ്ഞിരാമനുണ്ട്. വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. ഓർത്തിരിക്കണം. വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ നിന്ന് എത്തിയവരാണ് അകാലികർ കേട്ടോ. അകാലികറാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ നിന്നും എത്തിയവർ. ഇനി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയത് 1925-ലാണ്. ഗാന്ധിജി വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ എത്തിയത്. ഇനി അടുത്തത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ കേട്ടോ, ഓർത്തിരിക്കണം. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തി ആചാര്യ വിനോബ ഭാവെയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1924 നവംബർ 1-ന് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പഠിച്ചതാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി നമ്മൾ കണ്ടതാണ് അല്ലേ, ഓർത്തിരിക്കണം. 1924 നവംബർ 1-ന് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ME നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നടന്നു. ഓർത്തിരിക്കണം. MV നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നടന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1923-ലെ കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് TK മാധവനാണ് കേട്ടോ, ഓർത്തിരിക്കണം. TK മാധവനാണ് 1923-ലെ കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത്. ഇനിയും നിവേദനം സമർപ്പിച്ചത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നിവേദനം സമർപ്പിച്ചത് സേതുലക്ഷ്മി ഭായിക്കാണ് കേട്ടോ, ഓർത്തിരിക്കണം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നിവേദനം സമർപ്പിച്ചത് സേതുലക്ഷ്മി ഭായിക്കാണ്. അടുത്തത് എത്ര നാൾ നീണ്ടു വന്നു? 603 ദിവസം നമ്മുടെ വൈക്കം സത്യാഗ്രഹം നീണ്ടു വന്നു, ഓർത്തിരിക്കണം. പ്രധാനമായിട്ട് ഡേറ്റ് ആണ്. വൈക്കം സത്യാഗ്രഹം 603 ദിവസമാണ് നീണ്ടു നിന്നത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. ആരംഭിച്ചത് 1924 മാർച്ച് 30-ന്, അവസാനിച്ചത് 1925 നവംബർ 30-ന്, ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത് മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ. നമ്മൾ അതിനകത്ത് കണ്ടതാണ് മിശ്രഭോജനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ആരംഭിച്ച വർഷം 1917. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം
ത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചെറായി ആണ് കേട്ടോ. ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. ഓർത്തിരിക്കണം, സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഇനിയും സഹോദര സംഘം ആരംഭിച്ച വർഷം 1917 പുലയർ അയ്യപ്പൻ, അയ്യപ്പൻ മാസ്റ്റർ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. ഓർത്തിരിക്കണം, അയ്യപ്പൻ എന്ന പേര് കണ്ടാൽ എപ്പോഴേ ഓർത്തിരിക്കണം, അത് സഹോദരൻ അയ്യപ്പനെ പറ്റിയാണ് പറയുന്നത്. അടുത്തത് യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം 1928 കേട്ടോ. യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം 1928 സഹോദരൻ അയ്യപ്പൻ കൊച്ചിയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1928 സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഓർത്തിരിക്കണം, സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച പാർട്ടിയാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് പാർട്ടി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. ഈ കോട്ട് ഓർക്കണം, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. ഇനി സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിലാണ്. കർമ്മത്താൽ ചണ്ടാലൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇസ്ലാം ധർമ്മപരിപാലന സംഘത്തിന് മാതൃകയാക്കിയ സംഘടനയാണ് SNDP. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മറ്റ് സംഘടനകളാണ് കേരള മുസ്ലിം ഐക്യ സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാ ജനസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം. ഇത്രയും നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മറ്റ് സംഘടനകളാണ് കേട്ടോ. അതിൻ്റെ മെയിൻ സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം കേട്ടോ. ഇനി ഇവിടെ ബോക്സിൽ കുറേ വിശേഷണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നവോത്ഥാന നായകർക്കുള്ള കുറേ വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. മിക്ക ക്വസ്റ്റ്യനുകളും ചോദിക്കുന്നതാണ്, പ്രത്യേകിച്ച് ഈ നമ്മുടെ കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത്, അതുപോലെ തന്നെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത്, കേരള സിംഹം എന്നറിയപ്പെടുന്നത്, അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളവരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്, ഒക്കെ മിക്ക പരീക്ഷകളുള്ളതാണ്. സോ നമുക്ക് ഓരോ നവോത്ഥാന നായകരുടെ അവരുടെ വിശേഷണങ്ങളൊന്ന് നോക്കാം. ശ്രീനാരായണ ഗുരുവിന് വിശേഷണമാണ് നാണുവാശാൻ കേട്ടോ. ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചിരുന്നത് നാണുവാശാൻ എന്നാണ്. അടുത്ത വൈകുണ്ഠസ്വാമിയുടെ വിശേഷണം മുടിചൂടും പെരുമാൾ കേട്ടോ. വൈകുണ്ഠസ്വാമി അറിയപ്പെടുന്നത് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. അടുത്തത് തൈക്കാടയ ഗുരുവിൻ്റെ ഗുരു ശിവയോഗി കേട്ടോ. ശിവരാജയോഗി എന്നും ഗുരുവിൻ്റെ ഗുരുവെന്നും തൈക്കാടയ്യ അറിയപ്പെട്ടിരുന്നു. ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടത് ശ്രീ ഭട്ടരാങ്കൽ, അതുപോലെ തന്നെ ബാല ഭട്ടരാങ്കൽ കേട്ടോ. ഇങ്ങനെ ഈ 2 പേരിൽ നമ്മുടെ ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്നു. അയ്യങ്കാളി പുലയ രാജ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെട്ടിരുന്നു കേട്ടോ. പുലയ രാജ എന്ന് പറഞ്ഞ പേരിൽ അയ്യങ്കാളി അറിയപ്പെട്ടിരുന്നു. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗി ആലത്തൂർ സ്വാമി കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗി ആലത്തൂർ സ്വാമി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. പണ്ഡിറ്റ് കറുപ്പൻ, ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കപ്പോഴും ഉള്ളതാണ്, കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത്. പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിങ്കൺ എന്ന പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഇനി പൊയ്ക്കയിൽ യോഹനാൻ പുലയൻ മത്തായി ആണ് അറിയപ്പെടുന്നത്. പൊയ്ക്കയിൽ യോഹനാൻ പുലയൻ മത്തായി എന്ന പറഞ്ഞ പേരിൽ അറിയപ്പെട്ടിരുന്നു. അടുത്തത് കേളപ്പൻ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മിക്കപ്പോഴും വർഷപ്പുറമുള്ളത്, കേരള ഗാന്ധി എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു. അബ്ദുൽ റഹ്മാൻ സാഹിബ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു. കുമാരനാശാൻ സ്നേഹഗായകൻ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു. സി കേശവൻ കേരള സിംഹം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു. പരശുരാജയ്ക്കും അതേ പേരുണ്ടായിരുന്നു കേട്ടോ. ഓർത്തിരിക്കണം, പരശുരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച ആരായിരുന്നു? പരശുരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച ആരായിരുന്നു? നമ്മുടെ സർദാർ KM പണിക്കർ കേട്ടോ. സർദാർ KM പണിക്കർ നമ്മുടെ സിംഹം എന്നാണ് സി കേശവൻ അറിയപ്പെടുന്നത്. ഓർത്തിരിക്കണം, സിംഹള സിംഹം എന്നാണ് നമ്മുടെ സി കേശവൻ അറിയപ്പെടുന്നത്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പരശുരാജയായിരുന്നു കേട്ടോ. അദ്ദേഹത്തെ ആ പേര് വിളിച്ചത് സർദാർ KM പണിക്കറാണ്. സി കേശവൻ്റെ പേര് സിംഹള സിംഹം കേട്ടോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്തത് ആഗമാനന്ദ സ്വാമി കേരള വിവേകാനന്ദൻ എന്ന് പറഞ്ഞ പേര് അറിയപ്പെടുന്നു. അക്കാമ ചെറിയാൻ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുള്ള മെയിൻ ആളാണ്. അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു കേട്ടോ. സോ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാണുവാശാൻ്റെ കാര്യം പഠിക്കണം, ശ്രീനാരായണ ഗുരു. പിന്നെ നമ്മുടെ പുലയ രാജ അയ്യങ്കാളിയുണ്ട്.
പിന്നെ കേരള ലിങ്കൻ പണ്ഡിറ്റ് കറുപ്പനുണ്ട്. അതുപോലെ തന്നെ കേരള ഗാന്ധി കെ കേളപ്പനാണ്. സിംഹള സിംഹം സി കേശവനാണ്. കുമാരനാശാൻ സ്നേഹഗായകനാണ്, നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നതാണ്. പിന്നെ നമ്മുടെ അബ്ദുൾ റഹ്മാൻ സാഹിബ് കേരള സുഭാഷ് ചന്ദ്രബോസ്. ഇത്രയും പേരാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളത്. ഇവരെ എടുത്ത് പഠിക്കണം, ബാക്കിയുള്ളവരെ ജസ്റ്റ് നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. ബാക്കിയുള്ള പേരിൽ ഏതൊക്കെ നവോത്ഥാന നായകർ അവർക്ക് നൽകിയിട്ടുള്ള വിശേഷങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ടുള്ളതാണ് കേട്ടോ, ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത് കേട്ടോ. വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് നോക്കിയേ. കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ സൃഷ്ടാവാണ്. കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. നായർ തറവാടുകളിലെ സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. 4-ാമത്തേത്, മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താൽവഴിയിൽ പെട്ടത്. ഏതാണ് ഇവിടെ ആൻസർ അല്ലാത്തത്? അതായത് ഇദ്ദേഹമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവന എന്ന് പറയുന്നത് നായർ തറവാട്ടിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കി കൊടുത്തിരിക്കുന്ന 3 പ്രസ്താവനയും, അതായത് കണ്ണീരും കിനാവും എന്ന ആത്മകഥ നമുക്ക് എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ഒരാളാണ്. കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ വക്താവ് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ വി ടി ഭട്ടതിരിപ്പാടാണ്. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താൽവഴിയിൽ പെട്ട വ്യക്തി കൂടിയാണ് നമ്മുടെ വി ടി ഭട്ടതിരിപ്പാട്. അതേപറ്റിയുള്ള കൂടുതൽ കോൺസെപ്റ്റ് നോക്കാം. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായിട്ടുള്ള നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ, അടുക്കളയിൽ നിന്നും അരങ്ങത്തിലേക്ക്. ഇദ്ദേഹത്തിൻ്റെ ഇത് മലയാളത്തിലും ചോദിക്കും കേട്ടോ, മലയാളം ലാംഗ്വേജിനകത്തും വി ടി ഭട്ടതിരിപ്പാടിനെ പറ്റി ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ 2 കേസിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, ഓർത്തിരിക്കണം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തിലേക്ക് എന്ന നാടകം പുറത്തിറങ്ങിയ വർഷം 1929. അടുക്കളയിൽ നിന്ന് അരങ്ങത്തിലേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് ഇടകുന്നി കേട്ടോ. ഇടകുന്നിയിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഇനിയും അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖത്തിൻ്റെ കർത്താവ് വി ടി ഭട്ടതിരിപ്പാട് തന്നെയാണ് കേട്ടോ. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ് വി ടി ഭട്ടതിരിപ്പാട് തന്നെയാണ്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് സി കേശവനാണ് കേട്ടോ. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ. അമ്പലത്തിന് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ് വി ടി ഭട്ടതിരിപ്പാടും ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ നശിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് സി കേശവനാണ്. ഇനി യോഗക്ഷേമ പദ്ധതിയുടെ യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ കൂടിയാണ് വി ടി ഭട്ടതിരിപ്പാട്. ഇനി യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് 1908. യോഗക്ഷേമസഭ രൂപം കൊണ്ടത് 1908. അതിൻ്റെ പ്രധാന പ്രവർത്തകൻ കൂടിയാണ് വി ടി ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക കേട്ടോ. നോക്കിയിട്ടാണ് പോകാൻ. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നായിരുന്നു. അവരുടെ മുഖ്യപത്രം മംഗളോദയം കേട്ടോ. മംഗളോദയം കേട്ടോ. മംഗളോദയമാണ് യോഗക്ഷേമ സഭയുടെ മുഖ്യപത്രം. ഇതിനു മുമ്പ് നമ്മളൊരു മുഖ്യപത്രം കണ്ടായിരുന്നു. ആരുടെ ആയിരുന്നു? ഓർമ്മയുണ്ടോ? ഇതിനു മുമ്പ് നമ്മളിപ്പോൾ കണ്ട മുഖ്യപത്രം ഏതിൻ്റെ ആയിരുന്നു? ആരുടെ ആയിരുന്നു? ഓർമ്മയുണ്ട്? ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞു പോയതാ മുഖ്യപത്രം. ആരുടെ മുഖ്യപത്രമായിരുന്നു? ഓർമ്മയുണ്ടോ? നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖ്യപത്രം ഏതായിരുന്നു? കേരള കേസരി കേട്ടോ. തിരിഞ്ഞും മറിഞ്ഞും പോലെ ഓരോ പ്രക്ഷോഭത്തിനും അതിൻ്റെതായിട്ടുള്ള പത്രം ഇറക്കിയിട്ടുണ്ട്, ഓർത്തിരിക്കണം. യോഗക്ഷേമ സഭയുടെ മുഖ്യപത്രം മംഗളോദയമാണ്. നിവർത്തന പ്രക്ഷോഭമാണെങ്കിൽ കേരള കേസരി കേട്ടോ. ഇനിയും അന്തർജന സമാജം, ബഹുജന സമൂഹം എന്നിവ സ്ഥാപിച്ചതും നമ്മുടെ വി ടി ഭട്ടതിരിപ്പാട് തന്നെയാണ്. ഓർത്തിരിക്കണം. യോഗക്ഷേമ സഭ, അതുപോലെ തന്നെ അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവയൊക്കെ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാട് തന്നെയാണ്. ഇനി നമ്പൂതിരി സമൂഹത്തിൽ നിലനിന്ന മിശ്ര ഭോജനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, കുടുംബ മുറിക്കൽ തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയതും വി ടി ഭട്ടതിരിപ്പാട് തന്നെയാണ്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിഭാഗത്തിന് നേതൃത്വം നൽകിയതും വി ടി ഭട്ടതിരിപ്പാടാണ്. ചോദിച്ചിട്ടുണ്ട്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിഭാഗത്തിന് നേതൃത്വം നൽകിയതും വി ടി ഭട്ടതിരിപ്പാട് തന്നെയാണ്.
കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ 7 ദിവസം കാൽനട പ്രചരണ ജാഥ നടത്തി. ജാഥയുടെ പേര് യാചന യാത്ര. കേട്ടോ, ഓർത്തിരിക്കണം. നമ്മളെ സംബന്ധിച്ച് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ 7 ദിവസം കാൽനട പ്രചരണ ജാഥ നടത്തി. ആ ജാഥയുടെ പേരാണ് യാചനയാത്ര. അത് നടത്തപ്പെട്ട വർഷം 1931 കേട്ടോ. 1931 യാചനയാത്ര നടത്തിയത്. അപ്പോൾ ഓർത്തിരിക്കണം, യാചനയാത്ര, യോഗക്ഷേമ സഭ, അതുപോലെ തന്നെ ബ്രാഹ്മണ സമുദായത്തിന് ആദ്യം മിശ്ര വിഭാഗം നടത്തിയത്, അതുപോലെ തന്നെ അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവയൊക്കെ ആരുടെ കോൺസെപ്റ്റാണ്? വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ കോൺസെപ്റ്റാണ്. ഇനിയും 1968 മിശ്ര വിഭാഗം പ്രചരണത്തിനായി കാഞ്ഞങ്ങാട് നിന്നും ചെമ്പഴത്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. നമ്മൾ കണ്ട് മിശ്ര വിഭാഗത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തി കൂടിയാണ് നമ്മുടെ വി.ടി. ഭട്ടതിരിപ്പാട്. അതുകൊണ്ട് വി.ടി. ഭട്ടതിരിപ്പാട് നമ്മുടെ സാമൂഹിക പരിഷ്കരണ ജാഥ, അതായത് 68 മിശ്ര വിഭാഗ പ്രചരണത്തിനായി കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴത്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതും വി.ടി. ഭട്ടതിരിപ്പാട് തന്നെയാണ്. ഇനി വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ 1970 ഇറങ്ങിയ കണ്ണീരും കിനാവും. കേട്ടോ, ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിലൊക്കെ മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ള കണ്ണീരും കിനാവും അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. വി.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനം അഹമ്മദാബാദ് സമ്മേളനമാണ്. എന്താണ് INC? നമുക്ക് പഠിക്കാനുള്ള എന്താണ് INC? ഫുൾ ഫോം എന്നാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കേട്ടോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് വി.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനം അഹമ്മദാബാദിൽ നടന്ന സമ്മേളനമാണ് 1921. ഇനി എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കഴുതുക, മനുഷ്യനെ മനുഷ്യനായി ഒന്ന് ഉദ്ഘാടനം ചെയ്ത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. കേട്ടോ, നോക്കിയിട്ട് വേണം പോകാൻ. ഇവരുടെ കോഡ്സും നമ്മുടെ പേര് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതണം, മനുഷ്യനെ മനുഷ്യനായി തന്നെ കരുതണമെന്ന് ആഹ്വാനം ചെയ്തത് വി.ടി. ഭട്ടതിരിപ്പാട് തന്നെയാണ്. ഇനി വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യ കഥാസമാഹാരമാണ് രജനീരംഗം. കേട്ടോ, ആദ്യ കഥാസമാഹാരമാണ് രജനീരംഗം. മലയാളത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ്. ഇനിയും അടുക്കളയിൽ നിന്നും അരങ്ങത്തിലേക്ക് എന്ന് പറഞ്ഞ നാടകം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. മറക്കുടയിലുള്ളിലെ മഹാനഗരം, അതും M.R. ഭട്ടതിരിപ്പാടിൻ്റെയാണ്. ഋതുമതി M.B. ഭട്ടതിരിപ്പാടാണ്. കേട്ടോ, തിരിഞ്ഞും മറിഞ്ഞും ഭട്ടതിരിപ്പാടാണ്. പക്ഷേ മൂന്ന് ആൾക്കാരാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തിലേക്ക് ഉണ്ടെന്ന് എഴുതിയത് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെയാണ്. മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം എന്നത് M.R. ഭട്ടതിരിപ്പാടാണ്. ഋതുമതി എന്നത് എഴുതിയത് M.B. ഭട്ടതിരിപ്പാടാണ്. കേട്ടോ, ഓർത്തിരിക്കണം. എന്താണ് നമ്മുടെ ഈ കൃതികൾ, അതുപോലെ തന്നെ അവരുടെ നാടകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കേട്ടോ, ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തിലേക്ക് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ, മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം M.R. ഭട്ടതിരിപ്പാടാണ്. ഋതുമതി എന്ന നാടകത്തിൻ്റെ എഴുതിയത് M.B. ഭട്ടതിരിപ്പാട്. കേട്ടോ, 3ൻ്റെ അവസാനം ഭട്ടതിരിപ്പാടുണ്ട്. ഒബ്വിയസ്ലി 3 ഭട്ടതിരിപ്പാടിനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും, നമ്മളെ കുഴപ്പിക്കും. കേട്ടോ, സോ ഓർത്തിരിക്കണം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തിലേക്കാണെങ്കിൽ വി.ടി., മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം M.R., ഋതുമതി M.B. കേട്ടോ, ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപനമായും മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇനി മലബാർ ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിൽ കേന്ദ്രീകരിച്ച് മലബാർ കലാപം നടക്കുകയുണ്ടായി. ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപമാണ്. ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. 1921, 22 വർഷങ്ങളിൽ നടന്നു. എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 2, 4, 5 പ്രസ്താവനകൾ ശരിയാണ്. 1, 2, 5 പ്രസ്താവനകൾ ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേട്ടോ, ഓർത്തിരിക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി വ്യാഖ്യാനിക്കപ്പെട്ട ഒരു കലാപമാണ് മലബാർ കലാപം. അതേപോലെ തന്നെ എന്താണ്, മലപ്പുറം ജില്ലയിൽ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിൽ കേന്ദ്രീകരിച്ചാണ് മലബാർ കലാപം നടന്നത്. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായി മലബാറിൽ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപമാണ് മലബാർ കലാപം.
ഈ മലബാർ കലാപത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി ഹൈന്ദവർ നിർബന്ധിക്കപ്പെട്ടു മതപരിവർത്തനം, അതായത് മതം മാറുവാനായിട്ട് നിരവധി ഹൈന്ദവർ നിർബന്ധിതമായിട്ട് അവരെ മതം മാറ്റുകയുണ്ടായി. നടന്ന വർഷം 1921-22 കാലയളവിലാണ് നമ്മുടെ മലബാർ കലാപം കുടിയേറിയത്. അപ്പോൾ ഇതിൽ പറഞ്ഞ എല്ലാ പ്രസ്ഥാനങ്ങളും ശരിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കോൺസെപ്റ്റ് നോക്കാം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന കലാപം നമ്മുടെ മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ കലാപം തന്നെയാണ് കേട്ടോ. ഖിലാഫത്ത് പരിശോധനയിലുള്ളതാണ്, ക്വസ്റ്റ്യനിലുള്ളതാണ്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന കലാപം മലബാർ കലാപം തന്നെയാണ്. മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? പൂക്കോട്ടൂർ കലാപമാണ്. അതായത് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് മലബാർ കലാപം കുടിയേറിയത്. അത് പൂക്കോട്ടൂർ കലാപം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു. പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് 1921 ഓഗസ്റ്റിലാണ്. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി കേട്ടോ. തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം. ഇനി മലബാർ കലാപത്തിൻ്റെ നേതാക്കൾ വാര്യം കുന്നത്ത്, കുഞ്ഞഹമ്മദ് ഹാജി, സീതക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ, ഇവരാണ് മലബാർ കലാപത്തിൻ്റെ നേതാക്കൾ. ഇനി മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധികാരി ആയത് അലി മുസ്ലിയാറാണ്. അത് താൽക്കാലികമായിട്ടുള്ള വിജയത്തിന് ശേഷം ഭരണാധികാരിയായി സ്ഥാനമേറ്റത് അലി മുസ്ലിയാറാണ്. ഖിലാഫത്ത് ആർമിയുടെ കേണൽ, മുസ്ലിങ്ങളുടെ അമീർ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. ഖിലാഫത്ത് ആർമിയുടെ കേണൽ, മുസ്ലിങ്ങളുടെ അമീർ എന്ന് സ്വയം വിശേഷണം നൽകിയത്. മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷൻ TL സ്ട്രെയിഞ്ച് കമ്മീഷൻ കേട്ടോ. TL സ്ട്രെയിഞ്ച് കമ്മീഷനാണ് മലബാർ കലാപത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയത്. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട മലബാർ കളക്ടറാണ്. ഈ മാപ്പിള കലാപം തന്നെയാണ് നമ്മുടെ മലബാർ കലാപം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. മാപ്പിള ലഹള എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത് തന്നെ ഈ മലബാർ കലാപം തന്നെയാണ്. അപ്പോൾ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട മലബാർ കളക്ടർ HV കൊനാലി കേട്ടോ. HV കൊനാലിയാണ് മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട മലബാർ കളക്ടർ. കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ഹിച്ച്കോക്ക് ആയിരുന്നു. പിന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ് വാഗൺ ട്രാജഡി കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. വാഗൺ ട്രാജഡി നമ്മുടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് തന്നെ നടന്ന ഒരു ഇതായിരുന്നു, കലാപമായിരുന്നു നമ്മുടെ വാഗൺ ട്രാജഡി. നടന്ന വർഷം 1921 നവംബർ 10 കേട്ടോ. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വാഗൺ ട്രാജഡി സംഭവം അന്വേഷിച്ചത് നേപ്പ് കമ്മീഷനാണ്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിൻ്റെ ഇരുട്ടട്ര ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. അതായത് വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിൻ്റെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. മലബാർ കലാപകാരികളെ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയ MSMLV 1711 എന്ന ഗുഡ്സ് വാഹനത്തിലാണ് സംഭവം നടന്നത്. മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് K മാധവൻ നായരാണ്. മലബാർ കലാപത്തെ ആസ്പദമാക്കി ദുരവസ്ഥ എന്ന കൃതി രചിച്ചത് കുമാരനാശാൻ. ഇല്ലേ, നമുക്കറിയാം കുമാരനാശാൻ്റെ കൃതിയാണ് ദുരവസ്ഥ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കുമാരനാശാൻ്റെ ദുരവസ്ഥയെക്കാളും കഷ്ടമാണല്ലോടാ നിൻ്റെ സ്വഭാവം എന്ന് നമ്മൾ ട്രോളിലൂടെ നമ്മൾ പറയാറുണ്ട്. അല്ലേ, ദുരവസ്ഥ നമ്മുടെ മലബാർ കലാപത്തെ ആസ്പദമാക്കി നമ്മുടെ കുമാരനാശാൻ എഴുതിയാണ്. ഇനി മലബാർ കലാപത്തെ ആസ്പദമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി രചിച്ചത് ഉറൂബാണ് കേട്ടോ. സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി രചിച്ചത് ഉറൂബാണ്. അതുപോലെ തന്നെ മലബാർ കലാപത്തെ ആസ്പദമാക്കി ഖിലാഫത്ത് സ്മരണികൾ എന്ന കൃതി രചിച്ചത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ് കേട്ടോ. മലബാർ കലാപത്തെ ആസ്പദമാക്കി ഖിലാഫത്ത് സ്മരണികൾ എന്ന കൃതി രചിച്ചത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗനാണ് കേട്ടോ. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗനാണ്. അതേപോലെ തന്നെ മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത കമ്മത്ത് ചിന്നമ്മ കേട്ടോ. കമ്മത്ത് ചിന്നമ്മയാണ് മലബാർ കലാപത്തിനെതിരെ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത. ഇനി മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൽ ഖാദർ. മലബാർ മാനുവൽ വില്യം ലോഗൻ.
അതുപോലെ തന്നെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ സി അച്യുത മേനോൻ, ട്രാവങ്കൂർ സ്റ്റേറ്റ് മാനുവൽ ടി നാഗമയ്യ. ഇത്രയും പേരുടെ പേര് ഓർത്തിരിക്കണം. നമ്മുടെ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ മാപ്പിള ലഹളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ നമ്മുടെ 1921 നടന്നത് മുതൽ, അതേപോലെ തന്നെ എന്തൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട വാഗൺ ട്രാജഡി, അതേപോലെ തന്നെ നമ്മുടെ മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ കുമാരനാശാൻ്റെ ദുരവസ്ഥ, പിന്നെ സുന്ദരികൾ സുന്ദരന്മാർ ഉറൂബിൻ്റെ, ഇതൊക്കെ നമ്മുടെ മലയാളത്തിനാണെങ്കിലും ചോദിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഖിലാഫത്ത് സ്മരണികൾ എന്ന് പറയുന്ന ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട്, മലബാർ മാനുവൽ രചിച്ചത് നമ്മുടെ വില്യം ലോഗനാണ്, കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് സി അച്യുത മേനോനാണ്, ട്രാവങ്കൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് വി നാഗമയ്യാണ് കേട്ടോ. ഇത്രയും പേരുടെ പേരുകൾ ഓർത്തിരിക്കണം. സോഷ്യലാണ് പഠിക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് വായിച്ച് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് റിവൈസ് ചെയ്തില്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം മറന്നു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സോഷ്യൽ എഴുതുമ്പോൾ ഒരു ടൈം ലൈൻ പോലെ എഴുതി പഠിക്കാമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതായത് ഓരോ വർഷവും എന്തുണ്ടായി, എന്തൊക്കെയായിരുന്നു നടന്നത്, എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ, എന്തൊക്കെയായിരുന്നു, ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്, അവരെന്തൊക്കെയാണ് പറഞ്ഞത്, അതിന് ചുക്കാൻ പിടിച്ചവരാരൊക്കെ, അതിനെ സഹായിച്ചവരാരൊക്കെ എന്നിങ്ങനെ ഒരു ചാർട്ട് പോലെ എഴുതി വെക്കാമെങ്കിൽ സോഷ്യൽ പഠിക്കാൻ എളുപ്പം കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണാതെ പഠിച്ചാൽ ഇതെല്ലാം നമ്മൾ പരീക്ഷകളിൽ കയറുമ്പം എല്ലാം മറന്നു പോകുന്നത് തന്നെ എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു ചാർട്ട് പോലെ എഴുതി പഠിക്കാമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ പോയിൻ്റായിട്ട് തന്നിരിക്കുന്നത്. അടുത്തത് INC ആണ്. നോക്കിയേ, എന്താണ് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം. INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ്? 1985 ആണോ, 95 ആണോ, 921 ആണോ, 947 ആണോ? നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1985 കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1985 അതിൻ്റെ കൂടി കോൺസെപ്റ്റ് പറഞ്ഞുകൊണ്ട് നിർത്താം, കാരണം ഇന്ന് പഠിക്കാനായിട്ട് ഇത്രയും മതി കേട്ടോ. നോക്കി, 1985 INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. ക്വസ്റ്റ്യൻ പേപ്പർ മിക്കപ്പോഴും INC എന്നേ കാണത്തുള്ളൂ. INC എന്ന് കണ്ടാൽ ഓർത്തിരുന്നോണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരെണ്ണം കണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ആരായിരുന്നു, വൈ.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനം അഹമ്മദാബാദിൽ നടന്ന സമ്മേളനമാണ്. ഒരുപാട് സ്ഥലത്ത് ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ അതിനകത്ത് പങ്കെടുക്കുകയും അവരുടെ നേതൃത്വം നൽകിയത്, അതിൽ പ്രസംഗിച്ച വ്യക്തികളും, അതുപോലെ തന്നെ ഗാന്ധിജി അധ്യക്ഷനായതും നെഹ്റു വന്നതും, ഇവരൊക്കെ ഈ INC ഇതിനകത്ത് വന്നിരുന്നു. സരോജിനി നായിഡു, പ്രമുഖമായിട്ടുള്ള എല്ലാ വ്യക്തികളും തന്നെ നമ്മുടെ INC പ്രസ്ഥാനത്തിൽ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ INC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വർഷങ്ങൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കണം കേട്ടോ. ഇനി ഓരോ ഇതിലുള്ള പ്രസിഡൻറ്റുകൾ ഓരോ വർഷത്തും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡൻ്റ് ആയിരുന്ന ആരാണ്, ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ INC പ്രസിഡൻ്റ് ആരാണ്, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ആദ്യമായി ഇന്ത്യയിൽ INC പ്രസിഡൻ്റായ വർഷം എത്രയാണ്, ഇങ്ങനെയൊക്കെ പല ക്വസ്റ്റ്യനും ഈ ഒരു പാർട്ടിൽ നിന്ന് വരാം. സോ ഈ ഒരു പാർട്ടി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കാം നമുക്ക്. INC രൂപീകൃതമായത്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1985 ഡിസംബർ 28 മുംബൈയിലാണ്. INCയുടെ പിതാവ് എ.ഒ. ഹ്യൂം ആണ് INCയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ആദ്യ സെക്രട്ടറിയും എ.ഒ. ഹ്യൂം തന്നെയാണ്. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാന്തമാണ് സുരക്ഷാൽ വാഗ് സിദ്ധാന്തം കേട്ടോ. INCയുടെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് സുരക്ഷാൽ വാഗ് സിദ്ധാന്തം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ കേട്ടോ. ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആയിരുന്നു ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് അത് INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പേര് നിർദ്ദേശിച്ചത്. INC രൂപീകരണ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഡഫറിൻ പ്രഭു ആയിരുന്നു. INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി G.P. പിള്ള കേട്ടോ. INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി G.P. പിള്ളയാണ്. INC ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ 72 പേരാണ്. INCയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായിട്ട് പങ്കെടുത്ത പ്രതിനിധികൾ. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്ത് ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യറാണ്. INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം പൂനെയാണ്. അത് പ്ലേഗ് കാരണം ബോംബെയിലേക്ക് മാറ്റി. നമുക്കറിയാം അന്നത്തെ കാലത്ത് പ്ലേഗ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായിരുന്നു, അത് പടരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അന്നത്തെ കാലത്ത് പൂനെയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ ബോംബെയിലേക്ക് മാറ്റുകയുണ്ടായി. INCയുടെ ആദ്യ പ്രസിഡന്റ്, ഈ വരുന്ന പേരുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. W.C. ബാനർജി 1985. രണ്ടാമത്തെ പ്രസിഡന്റ് ദാദാഭായ് നവറോജി കൊൽക്കത്തയിൽ 1986 വെച്ച് സ്ഥാനമേറ്റു. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത്. ആദ്യത്തെ പേര് എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു കേട്ടോ. ഇനി മൂന്നാമത്തെ പ്രസിഡന്റ് ബെഹ്റുദ്ദീൻ തിയാബ്ജി കേട്ടോ. മദ്രാസിൽ വെച്ച് 1987 സ്ഥാനമേറ്റു.
ഐ എൻ സിയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബഹറുദ്ദീൻ തിയാബ്ജിയാണ്. ഐ എൻ സി പ്രസിഡന്റായ ആദ്യ വിദേശി ജോർജ് യൂൾ 1988 അഹമ്മദാബാദിൽ വെച്ച് സ്ഥാനമേൽക്കുകയുണ്ടായി. ഇനി ഐ എൻ സി പ്രസിഡന്റായ ആദ്യ മലയാളി സി ശങ്കരൻ നായർ അമരാവതിയിൽ വെച്ച് 1997 സ്ഥാനമേൽക്കുകയുണ്ടായി. 3 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി ദാദാഭായ് നവറോജി 86, 93, 906 അദ്ദേഹം ഐ എൻ സി പ്രസിഡന്റായിട്ട് സ്ഥാനമേൽക്കുകയുണ്ടായി ദാദാഭായ് നവറോജി. തുടർച്ചയായി 2 തവണ ഐ എൻ സി പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ്. ഐ എൻ സി പ്രസിഡന്റായ ആദ്യ വനിത ആനി ബെസൻ, നോക്കേണ്ട പേരാണ്, കൊൽക്കത്തയിൽ വെച്ചാണ് സ്ഥാനമേറ്റ 1917 കേട്ടോ. ഐ എൻ സി പ്രസിഡന്റിൽ പങ്കെടുത്ത ആദ്യ വനിത പണ്ഡിറ്റ് രാമഭായ് കേട്ടോ. ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത നമ്മുടെ പണ്ഡിത രാമഭായ് ആണ്. ടിക്ക് ചെയ്യുന്നത് ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. അടുത്തത് ഐ എൻ സി പ്രസിഡന്റായി ആദ്യ വനിതയാണ് സരോജിനി നായിഡു. 1925 കാൺപൂരിൽ വെച്ച് സ്ഥാനമേൽക്കുകയുണ്ടായി. 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ച് ഐ എൻ സി മിതവാദികളും തീവ്രവാദികളുമായിട്ട് പിരിയുകയുണ്ടായി. ഐ എൻ സിയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാനാണ്. ഐ എൻ സിയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ ത്രിപുരയിൽ വെച്ച് 1939 സ്ഥാനമേറ്റു. ഇനിയും ഐ എൻ സി പ്രസിഡന്റായി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ ഐ എൻ സി പ്രസിഡന്റായ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെയാണ് കേട്ടോ. ഓർത്തിരിക്കണം, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ ഐ എൻ സി പ്രസിഡന്റായ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഐ എൻ സി പ്രസിഡന്റായി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിമാരാണ് നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെയാണ്. എസ് കെ പൊറ്റക്കാട് പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം ത്രിപുരി 1939. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആചാര്യ കെ ബി കിബലാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ഒരുപാട് കഷ്ടകൾ ശ്രമിച്ചതാണ് ഈ ഐ എൻ സി എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് അതിൻ്റെ അകത്തുള്ള വ്യക്തികളൊക്കെ പോരാടിയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുത്തത്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം ഐ എൻ സി പ്രസിഡന്റായ ആദ്യ വ്യക്തി ഭട്ടായി സീതാരാമയ്യ. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച ഐ എൻ സി സമ്മേളനം കൊൽക്കത്തയാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ടാഗോറാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമയത്ത് ഐ എൻ സി പ്രസിഡന്റ് റഹമത്തുള്ള സയാനി. ജനഗണമന ആദ്യമായി ആലപിച്ച ഐ എൻ സി സമ്മേളനം കൊൽക്കത്ത 1911. ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരാണി കേട്ടോ. ഗാന്ധിജി പങ്കെടുത്ത, നോക്കേണ്ടതാണ്, ചോദിക്കുന്നതാണ്, ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനം കൊൽക്കത്തയിൽ വെച്ച് 1901. ഇനി ഗാന്ധിജി അധ്യക്ഷനായ ഐ എൻ സി സമ്മേളനം ബെൽറാം കേട്ടോ 1924. ഇനി നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1912 ബംഗിപ്പൂർ സമ്മേളനമാണ്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ആദ്യ ഐ എൻ സി സമ്മേളനം ലാഹോർ 1929. ഇനി മിതവാദികളും തീവ്രവാദികളും യോജിച്ച കോൺഗ്രസ് സമ്മേളനം ലക്നൌവിൽ 1916 കുടിയേറിയുണ്ടായി. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന ഐ എൻ സി സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. ഇനി മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസാക്കിയ ഐ എൻ സി സമ്മേളനം കറാച്ചി 1931. ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ ഐ എൻ സി സമ്മേളനം ഫെയ്സ്പൂർ 1936. ഒരുപാടുണ്ട്, വർഷങ്ങളുടെ ഡേറ്റുകളും ആൾക്കാരുടെ പേരുകളും എഴുതി പഠിച്ചില്ലേ മറന്നു പോകും കേട്ടോ. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെയിൽ വെച്ച് 1942. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ ഐ എൻ സി പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി. ചോദിച്ചിട്ടുണ്ട്, നോക്കണം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്നു ഇന്ദിരാഗാന്ധി. ഏറ്റവും കൂടുതൽ കാലം ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് സോണിയാഗാന്ധി. പിന്നോക്ക സമുദായത്തിൽ നിന്നും ആദ്യ കോൺഗ്രസ് സമ്മേളനം സി സഞ്ജീവയ്യ. രാഹുൽ ഗാന്ധി ആദ്യമായി എ എൻ സി പ്രസിഡന്റായ വർഷം 2017. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ഭട്ടായി സീതാരാമയ്യ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഐ എൻ സി സമ്മേളനത്തിന് വേദിയായ നഗരം കൊൽക്കത്തയാണ്. ഇനിയും നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. ചോദിച്ചിട്ടുണ്ട്, നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ഗാന്ധിജിയാണ് കേട്ടോ. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ഗാന്ധിജിയാണ്. ഭാരതരത്ന നേടിയ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഇനിയും സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഐ എൻ സി സമ്മേളനം നൽകിയ വേദിയായ നഗരം ഏതാണ്? നമ്മുടെ ന്യൂഡൽഹിയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പാണെങ്കിൽ കൊൽക്കത്ത, സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഐ എൻ സി സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിൽ, അതിന് മുമ്പായിരുന്നെങ്കിൽ കൊൽക്കത്ത കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുപാട് പ്രക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് സമരങ്ങൾ, ഒരുപാട്
പ്രമേയങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ഇടയായതാണ് നമ്മുടെ INC സമ്മേളനങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്. 1885 തുടങ്ങി ഇപ്പോഴും നിലകൊണ്ട് പോകുന്നതാണ് നമ്മുടെ INC, അതായത് ഇൻ്റർനാഷണൽ കോൺഗ്രസ്. പഠിക്കേണ്ടതാണ്. ഓരോ വ്യക്തികളും എന്ത് വന്നു, ആരൊക്കെ പ്രസിഡൻ്റായി, ഏറ്റവും കൂടുതൽ പ്രസിഡൻ്റായിട്ട് നിലനിന്ന ആൾ, ആദ്യത്തെ പ്രസിഡന്റ്, ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, ആദ്യത്തെ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഓരോ വ്യക്തികളും വിസിറ്റ് ചെയ്ത ഗാന്ധിജിയുടെ അധ്യക്ഷനായിരുന്ന സമ്മേളനം, പിന്നെ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ ഇതില്ലേ INC സമ്മേളനം എവിടെ വെച്ചായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ആദ്യ വനിത അല്ലെ INC പ്രസിഡന്റ്, ആദ്യ വനിത അനി ബെസൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോദിച്ചിട്ടുള്ള മറ്റൊരാളാണ് നമ്മുടെ വന്ദേ മാതരം, അതുപോലെ തന്നെ നമ്മുടെ ജനഗണമന അല്ലേ, ഇതുപോലുള്ള ദേശഭക്തി ഗാനങ്ങളൊക്കെ അല്ലെങ്കിൽ ദേശഗീതങ്ങളൊക്കെ ആദ്യമായിട്ട് ആലപിച്ച വേദികൾ ഏതാണ്, അതുപോലെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഇതൊക്കെ ആലപിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണെങ്കിൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയും മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇതിനെ പറ്റി, ഇൻ്റർനാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INCയെ പറ്റി തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ PDF-ൻ്റെ ഫോർമാറ്റ് ഞാൻ അയച്ചു തരാം. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ എളുപ്പമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വേണമെങ്കിൽ ഇതുകൂടി പറഞ്ഞു നിർത്താം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ ചേർക്കുന്നു. ഇവയുടെ ശരിയായിട്ടുള്ള കാലക്രമം കണ്ടെത്തുക. ഓരോന്നിൻ്റെ വർഷങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നാണ് നടന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം ഇപ്പോൾ കണ്ടതാണ്. സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം, സൈമൺ കമ്മീഷൻ്റെ വരവ്. ഓക്കെ, ഓരോന്നും എപ്പോഴാണ് നടന്നതെന്ന് നോക്കണം. അതായത് ഏതൊക്കെ കാലയളവിലാണ്, ഏതാണ് ആദ്യം നടന്നതെന്ന് നോക്കണം ഇല്ലേ. നോക്കിയേ, ജാലിയൻ വാലാബാഗ് എന്നാണ് നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് പഠിച്ചതല്ലേ 1919. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം നടന്നതോ 1920. 1920. അടുത്തത് സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം എന്നായിരുന്നു 1923. 1923 സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം നടന്നത്. അടുത്തത് സൈമൺ കമ്മീഷൻ്റെ വരവ് 1927 കേട്ടോ. 1927 സൈമൺ കമ്മീഷൻ്റെ വരവ്. അപ്പം ഇതിനെ കാലക്രമം കണ്ടെത്തിയത് ശരിയായിട്ടുള്ള ഏതാണ്? 1, 2, 3, 4 കേട്ടോ. തന്നെയാണ് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് അവർ പരീക്ഷ പേപ്പറിൽ ഇട്ടത്. ഓർത്തിരിക്കണം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 നടന്നു. അടുത്തത് 1919 ഏപ്രിൽ 13 നടന്നത് കേട്ടോ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അതേപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം കുടിയേറിയത് 1920 ഖിലാഫത്ത് പ്രസ്ഥാനം കുടിയേറിയത്. അതേപോലെ തന്നെ നമ്മുടെ സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം നടന്നത് 1923. സൈമൺ കമ്മീഷൻ്റെ വരവ് 1927. വർഷങ്ങൾ ഓർത്തിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ PDF-ൻ്റെ കാര്യങ്ങൾ നമുക്ക് വൈകുന്നേരം പറയാം. ഈ 4 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഖിലാഫത്ത് പ്രസ്ഥാനം, സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം, അതുപോലെ തന്നെ സൈമൺ പാർട്ടിയുടെ വരവ് കേട്ടോ. സൈമൺ കമ്മീഷൻ്റെ വരവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വർഷം ഇപ്പോൾ പഠിക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13. ഖിലാഫത്ത് പ്രസ്ഥാനം 1920. അതേപോലെ തന്നെ നമ്മുടെ സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം 1923 ജാനുവരി 1 കേട്ടോ. 1921 ജാനുവരി 1. സൈമൺ കമ്മീഷൻ്റെ വരവ് വന്നത് 1927 കേട്ടോ. 1927. 1920 സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം നടന്നത് 1923. സൈമൺ കമ്മീഷൻ്റെ വരവ് 27. ഇനിയും ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന വർഷം 1919 ഏപ്രിൽ 13. അതിന് കാരണമായ നിയമം റൗലറ്റ് ആക്ട് കേട്ടോ. ഓർത്തിരിക്കണം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം റൗലറ്റ് ആക്ട് ആയിരുന്നു. ഇനിയും ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആരായിരുന്നു? മൈക്കിളോ ഡയർ കേട്ടോ. നമ്മുടെ ജാലിയൻ വാലാബാഗ് സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ മൈക്കിളോ ഡയറാണ്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത പട്ടാള ഉദ്യോഗസ്ഥൻ ജനറൽ റെജിനാൾഡ് ഡയർ കേട്ടോ. ജനറൽ റെജിനാൾഡ് ഡയറാണ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പട്ടാള ഉദ്യോഗസ്ഥൻ. ഇനി മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി ആരാണ്? ഉദ്ധം സിംഗ് ആണ്. നോക്കിയിട്ട് വേണം പോകാൻ, ചോദിച്ചിട്ടുണ്ട്. ഉദ്ധം സിംഗിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഉദ്ധം സിംഗ് ആണ് മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി. ഈ മൈക്കിൾ ഒ ഡയറാണ് വെടിവെക്കാനായിട്ട് അനുമതി നൽകിയത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? നമ്മുടെ ഉദ്ധം സിംഗ് അദ്ദേഹത്തെ പോയി വധിച്ചു കേട്ടോ. ഓർത്തിരിക്കണം കേട്ടോ. നമ്മുടെ ജാലിയൻ വാലാബാഗ് സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഒ ഡയർ. മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരിയാണ് ഉദ്ധം സിംഗ്. ഈ പ്രശ്നം കൊണ്ട് തന്നെ ഉദ്ധം സിംഗിനെ തൂക്കിലേക്കുകയുണ്ടായി. 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റി. പഞ്ചാബ് റൗലറ്റ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാൽ,
ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു കേട്ടോ. 2 പേരാണ് നമ്മുടെ പഞ്ചാബിൽ റൗലറ്റ് വിരുദ്ധ നിയമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഒന്ന് ഡോക്ടർ സത്യപാല്, രണ്ടാമത്തെ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവാണ് രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത വട്ടമാണ് ചോദിക്കാൻ ചോദ്യമാണ്. സർ പദവി തിരികെ നൽകിയ ദേശീയ നേതാവ് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. എന്തിന്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ സർ പദവി തിരികെ നൽകിയ ദേശീയ നേതാവാണ് രവീന്ദ്രനാഥ് ടാഗോർ. ഇനിയും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസോലിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി സി ശങ്കരൻ നായരാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷനാണ്. നോക്കിയിട്ട് വേണം പോകാൻ, ഇമ്പോർട്ടൻ്റ് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? നമ്മുടെ ഹണ്ടർ കമ്മീഷനാണ്. ഇനിയും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ചെംസ്ഫോൾഡ് പ്രഭു ആയിരുന്നു ബ്രിട്ടീഷ് വൈസ്രോയി ആയിട്ട് അന്ന് നിലവിലുണ്ടായിരുന്നത്. നമ്മുടെ ഇന്ന് ഞാൻ ചോദിച്ച ചോദ്യമായിരുന്നു നോക്കിയേ ഉണ്ടോ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവ് നമ്മുടെ ഗാന്ധിജിയാണ്. അത് എന്തിനു വേണ്ടിയാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരായി കൈസർ ഇ ഹിന്ദ് പദവി നൽകിയ നേതാവ് ഗാന്ധിജിയാണ്. സർ പദവി തിരികെ നൽകിയത് ആരാണ്? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ്. അതേപോലെ തന്നെ കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയത് ഗാന്ധിജിയാണ്. 2 പേരും കൊടുക്കാൻ ഈ പദവികൾ തിരികെ കൊടുക്കാനായിട്ട് തീരുമാനിച്ച പ്രശ്നം എന്തായിരുന്നു? നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് കേട്ടോ. ഇത് ചോദിച്ചതാണ് UPSCക്ക് ചോദിച്ചത് കേട്ടോ. കഴിഞ്ഞ MCA പരീക്ഷ നടത്തി ഓർക്കുന്നുണ്ടോ? നോൺ കാൻഡിഡേറ്റ് അവൈലബിൾ ആയിട്ട് PSC കഴിഞ്ഞ വർഷം ഒരു NCA പരീക്ഷ നടത്തിയിരുന്നു 2023. ആ NCA പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഞാൻ ഈ ചോദിച്ചത്. കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് തിരികെ നൽകിയ എന്തായിരുന്നു പ്രശ്നം എന്തായിരുന്നു? അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. അടുത്ത വട്ടം വേണമെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി കൊടുത്ത പ്രശ്നം വേണമെങ്കിൽ ചോദിക്കാം. നോക്കിയിട്ട് വേണം പോകാം കേട്ടോ. അടുത്തത് അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് 1919 സെപ്റ്റംബർ 21-നാണ്. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ ഖിലാഫത്ത് കോൺഗ്രസ് തീരുമാനിച്ചത് 19 ഒക്ടോബർ 17-ന് 1919 ഒക്ടോബർ 17-നാണ്. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം 1920-ലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. നോക്കിയിട്ട് വേണം പോകാൻ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മുമ്പേൻ്റെ അതിനകത്ത് നമുക്ക് വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തായിരുന്നു മാച്ച് ചെയ്യാനായിട്ടാണ് വന്നത് അല്ലേ. അപ്പോൾ വർഷം അറിഞ്ഞിരിക്കണം ഓരോന്നിൻ്റെയും. ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം 1920-ആണ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മഹാത്മാഗാന്ധി ആയിരുന്നു. ഓർത്തിരിക്കണം, ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മഹാത്മാഗാന്ധി ആയിരുന്നു. അതിൻ്റെ സ്ഥാപകർ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആയിരുന്നു നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരായിട്ട് അറിയപ്പെടുന്നു കേട്ടോ. ചോദിക്കുന്ന ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു PDF-ൽ ഇങ്ങനെ ബോക്സിൽ വരുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. ഇനിയും 1919 ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന് വേദിയായത് ഡൽഹിയാണ്. നമ്മൾ ഈ ഡൽഹി ഇതിനു മുമ്പ് രാവിലത്തെ ക്ലാസ്സിലും കണ്ടായിരുന്നില്ലേ? എന്തിനു വേണ്ടായിരുന്നു? നമ്മുടെ എന്തോ ഒരു സമ്മേളനത്തിന് കൂടുതൽ വേദിയായതും ഡൽഹി തന്നെയായിരുന്നു. എന്ത് സമ്മേളനമായിരുന്നു? രാവിലത്തെ ക്ലാസ്സിൽ എന്തിനെ പറ്റി നമ്മൾ പറഞ്ഞു നിർത്തിയത്? എന്തോ IO NO C എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നില്ല? INC ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വേദിയായ നഗരം ന്യൂഡൽഹിയാണ്. ഈ ഡൽഹി തന്നെയാണ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന് വേദിയായത്. നമ്മുടെ INC ആണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾ നടന്നത് ഡൽഹിയിലാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പാണെങ്കിൽ അത് കൊൽക്കത്തയിലാണ് കേട്ടോ. ഓർത്തിരിക്കണം, സ്വാതന്ത്ര്യത്തിന് മുമ്പാണെങ്കിൽ കൊൽക്കത്തയിലാണ് ഏറ്റവും കൂടുതൽ വേദിയായത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നത് ഡൽഹിയിലാണ്. ഇനി ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന് വേദിയായതും ഡൽഹി തന്നെയാണ്. ഇനി സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1923 ജനുവരി 1-ന്. അതിൻ്റെ പ്രസിഡന്റ് CR ദാസ് ആയിരുന്നു. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. ഇനി സ്വരാജ് പാർട്ടി രൂപീകരണത്തിൽ തീരുമാനമെടുത്ത INC സമ്മേളനം ഗയ സമ്മേളനം 1922 നടന്ന ഗയ സമ്മേളനത്തിലാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം സ്വരാജ് പാർട്ടി രൂപീകരിക്കാനായിട്ട് തീരുമാനമെടുത്ത INC സമ്മേളനം. ഇനി ഗയ INC സമ്മേളനത്തിൽ പ്രസിഡന്റ് ആയിരുന്നു CR ദാസ്. ഈ CR ദാസ് തന്നെയാണ് നമ്മുടെ സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് കേട്ടോ. ഓർത്തിരിക്കണം, ഗയ INCയുടെ സമ്മേളനത്തിൽ പ്രസിഡന്റ് ആയിരുന്നത് CR ദാസ് ആണ്. ഇനി സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് അഹമ്മദാബാദിലാണ് 1923. ഇനി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പ്രസിഡന്റായി സ്വരാജ് പാർട്ടിയുടെ നേതാവ് വിതൽ ഭായ് പട്ടേൽ കേട്ടോ. പേര് നോക്കിയിട്ട് വേണം പോകാൻ. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പ്രസിഡന്റായി സ്വരാജ് പാർട്ടിയുടെ നേതാവാണ് വിതൽ ഭായ് പട്ടേൽ.
സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിനിടയായ സംഭവം, നിസ്സഹകരണ പ്രസ്ഥാനം പെട്ടെന്ന് പിൻവലിച്ചത് കേട്ടോ, ഓർത്തിരിക്കണം. സ്വരാജ് പാർട്ടിയുടെ, വേണമെങ്കിൽ ചോദിക്കാം, താഴെ പറയുന്നവയിൽ സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിനിടയായ സംഭവം ഏതാണ്? ഓർത്തിരിക്കണം, നിസ്സഹകരണ പ്രസ്ഥാനം പെട്ടെന്ന് പിൻവലിച്ചതാണ് സ്വരാജ് പാർട്ടിയുടെ ആ രൂപീകരണത്തിന് പെട്ടെന്നിടയാക്കിയ സംഭവം. ഇനിയും ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട പാർട്ടി, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം, സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് സ്വരാജ് പാർട്ടിയാണ്. അടുത്തത് സ്വരാജ് പാർട്ടിയുടെ നയം, കൗൺസിൽ എൻട്രി കേട്ടോ, കൗൺസിൽ എൻട്രിയാണ് അവരുടെ നയം. ഇനി സ്വരാജ് പാർട്ടി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി എന്ന് പറഞ്ഞ പേര് കേട്ടോ, കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി എന്നാണ് ആദ്യകാലത്ത് അറിയപ്പെടുന്നത്. ഇനിയും ഇന്ത്യയിലെ പുതിയ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ സൈമൺ കമ്മീഷനാണ് കേട്ടോ, നോക്കിയിട്ട് വേണം പോകാൻ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ പുതിയ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ സൈമൺ കമ്മീഷനാണ്. അതിൻ്റെ ഔദ്യോഗിക നാമം എന്താണ്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ കേട്ടോ, ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ് സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമം. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1927, നമ്മുടെ അവസാനം വന്നതായിരുന്നു അല്ലേ. ഇനി ഇന്ത്യയിലെത്തിയ വർഷം 28 ഫെബ്രുവരി 3 കേട്ടോ, സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് 28 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭുവായിരുന്നു. സൈമൺ കമ്മീഷൻ ആകെ അംഗങ്ങളുടെ എണ്ണം 7. അതിൻ്റെ ചെയർമാൻ ജോൺ സൈമൺ. ഇനി സൈമൺ കമ്മീഷൻ അംഗമായതിന് ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് കമ്മൻ ആറ്റ്ലി. ഇനി സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കാൻ കാരണം സൈമൺ കമ്മീഷൻ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാത്തതിനാൽ, അതായത് മൊത്തം ബ്രിട്ടീഷുകാർ മാത്രമായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മീഷൻ നമ്മൾ ബഹിഷ്കരിച്ചു. കാരണം അതിൻ്റെ അകത്തൊരു ഇന്ത്യക്കാരും ഇല്ല. സോ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാതെ അവർ തന്നെ ഒരു കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോയാൽ നമുക്ക് പ്രശ്നമാണെന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു സൈമൺ ഗോബായ്ക്ക് നമ്മൾ വിളിച്ചുകൊണ്ട് അവരെ നമ്മൾ പുറത്താക്കി. അതാണ് ഇവിടെ പറഞ്ഞത്. സൈമൺ കമ്മീഷനെതിരെ ഉയർന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോബായ്ക്ക് എന്ന മുദ്രാവാക്യം രൂപപ്പെട്ടത് യൂസഫ് മുഖാലി കേട്ടോ, ഓർത്തിരിക്കണം, രണ്ടുപേരും ഓർത്തിരിക്കണം. സൈമൺ കമ്മീഷനെതിരെ ഉയർന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോബായ്ക്ക് എന്ന് പറയുന്നത്. ആ മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് യൂസഫ് മുഖാലിയാണ്. ഇനി സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ അടിയേറ്റ് മരിച്ച നേതാവ് ലാലാ ലജ്പത് റായ് കേട്ടോ. നമ്മുടെ സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തിൽ എന്ത് സംഭവിച്ചു? പോലീസിൻ്റെ അടിയേറ്റ് നമ്മുടെ ഒരു നേതാവ് മരിച്ചു. നമ്മുടെ ലാലാ ലജ്പത് റായ് ആണ് മരിച്ചത്. ഇനിയും അദ്ദേഹത്തെ വധിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ മരണത്തിന് കാരണമായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ് സാൻഡേഴ്സൺ കേട്ടോ. സാൻഡേഴ്സൺ ആണ് ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ. ഇനിയും സാൻഡേഴ്സിനെ വധിച്ച ധീരദേശാഭിമാനി ഭഗത് സിംഗ് ആണ് കേട്ടോ, ഓർത്തിരിക്കണം. ഭഗത് സിംഗ് നമ്മുടെ ആരെ കൊന്നപ്പം? ലാലാ ലജ്പത് റായിയെ നമ്മുടെ ഡാൻഡേഴ്സൺ കൊന്നപ്പോൾ അദ്ദേഹത്തെ പോയി കൊല്ലുകയുണ്ടായത് നമ്മുടെ ഭഗത് സിംഗ് ആണ്, ഡാൻഡേഴ്സിനെ വധിച്ച ധീരദേശാഭിമാനി. ഇനി സൈമൺ കമ്മീഷൻ തിരിച്ചുപോയ വർഷം 1929 മാർച്ച് 3 സൈമൺ കമ്മീഷൻ തിരിച്ചുപോയത്. അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1930 മെയ് 27 കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കമ്മീഷനെ പറ്റിയും പഠിക്കണം. അതായത് നമ്മുടെ ജാലിയൻ വാലാബാഗ് എപ്പോൾ നടന്നു, ഖിലാഫത്ത് പ്രസ്ഥാനം എന്തിനു വേണ്ടി നടന്നു, സ്വരാജ് പാർട്ടി എന്തിനു വേണ്ടി രൂപീകരിച്ചു, അതുപോലെ തന്നെ സൈമൺ കമ്മീഷൻ, ഇത്രയും പേരുടെ വർഷങ്ങളും ഇതിൽ പ്രധാനപ്പെട്ട ആൾക്കാരും അവരുടെ ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ആസ്ഥാനം. നമ്മുടെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി ആണോ, മുംബൈ ആണോ, ബംഗളൂരു ആണോ, ചെന്നൈ ആണോ? എവിടെയാണ്? നമുക്കറിയാവുന്നത് അല്ലേ, എവിടെയാണ്? നമ്മുടെ ബംഗളൂരു അല്ലേ, ബാംഗ്ലൂരിലാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. മറന്നുപോലെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ബംഗളൂരിലാണ് കേട്ടോ. നോക്കിയിട്ട് വേണം പോകാൻ, ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാന്നറിയോ? ചോദിക്കാവുന്നൊരു ചോദ്യം അല്ലേ. ഇപ്പോഴത്തെ ISRO ചെയർമാൻ അറിയാവോ? കഴിഞ്ഞ ഒരു 3 മാസം മുമ്പൊക്കെ നമ്മുടെ ചന്ദ്രയാൻ വിജയം കൊടി പാറിച്ചപ്പോൾ നമ്മളെല്ലാം TV കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്, ഒരു മലയാളി കൂടിയാണ്. 5ാമത്തെ മലയാളി കൂടി അദ്ദേഹം. അറിയാവോ ആരാന്ന്? അറിയാവോ ഇപ്പോഴത്തെ ISROയുടെ നിലവിലുള്ള ചെയർമാൻ ആരാന്നറിയാവോ? ചോദിക്കാൻ പറ്റുന്ന ഒരു GK കറണ്ട് ക്വസ്റ്റ്യൻ. യെസ്, കറക്റ്റാണ് കേട്ടോ. എസ് സോമനാഥാണ് കേട്ടോ. എസ് സോമനാഥാണ്
അദ്ദേഹം 5ാമത്തെ മലയാളി കേട്ടോ, ഓർത്തിരിക്കണം. അതൊക്കെ വേണമെങ്കിൽ GK ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ബംഗളൂരു ആണ് നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ആസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത്. ഇനിയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന് തുടക്കം കുറിച്ചത് 1962-ലാണ്. ISRO സ്ഥാപിത വർഷം 1969 ഓഗസ്റ്റ് 15-നാണ്. പൂർണ്ണരൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. പൂർണ്ണരൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. ഇനി ISROയുടെ ആസ്ഥാനം എവിടെയാണ്? അന്തരീക്ഷ ഭവൻ, ബാംഗ്ലൂരിലാണ്. ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ് ആണ്. ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കേട്ടോ, ഓർത്തിരിക്കണം. വിക്രം സാരാഭായ് ആണ് ISROയുടെ ആദ്യ ചെയർമാൻ. ഇനിയും ഏറ്റവും കൂടുതൽ കാലം ഈ ISROയുടെ ചെയർമാൻ എന്ന വ്യക്തി സതീഷ് ധവാനാണ്. ചോദിക്കുന്ന ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാനായിരുന്ന വ്യക്തി ആരാണ്? നമ്മുടെ സതീഷ് ധവാനാണ്. ISRO ചെയർമാനായ ആദ്യ മലയാളി MGK മേനോൻ കേട്ടോ. MGK മേനോനാണ് ISRO ചെയർമാനായിരുന്ന ആദ്യ മലയാളി. അതേപോലെ തന്നെ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ, നിലവിലുള്ള ചെയർമാൻ S സോമനാഥാണ്. അദ്ദേഹം 5ാമത്തെ മലയാളിയാണ്, ആലപ്പുഴക്കാരനാണ് കേട്ടോ, ഓർത്തിരിക്കണം. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ഏപ്രിൽ 19-നാണ്. വിക്ഷേപിച്ച സ്ഥലം ബേക്കന്നൂരിലെ വോൾഗോ ഗ്രാൻഡ്, USSR എന്ന് പറയും കേട്ടോ. ആര്യഭട്ട വിക്ഷേപിച്ച സ്ഥലം ബേക്കന്നൂരിലെ വോൾഗോ ഗ്രാൻഡിലാണ്. ഇന്ത്യയുടെ 2ാമത്തെ കൃത്രിമോപഗ്രഹമാണ് ഭാസ്കര 1 1979 വിക്ഷേപിക്കുകയുണ്ടായി. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമോപഗ്രഹം രോഹിണി കേട്ടോ, ഓർത്തിരിക്കണം. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമോപഗ്രഹം രോഹിണിയാണ്. രോഹിണി വിക്ഷേപിച്ചത് 1979 ഓഗസ്റ്റ് 10-നാണ്. 1979 ഓഗസ്റ്റ് 10-നാണ് നമ്മുടെ രോഹിണി വിക്ഷേപിച്ചത്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ കേട്ടോ, ഓർത്തിരിക്കണം. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിളാണ്. ആപ്പിൾ വിക്ഷേപിച്ച വർഷം 1981 ജൂൺ 19 കേട്ടോ. ആപ്പിൾ വിക്ഷേപിച്ച സ്ഥലം കൗറോ, ഫ്രഞ്ച് ഗയാന കേട്ടോ. കൗറിൽ വെച്ചാണ് ആപ്പിൾ വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ കേട്ടോ. ആപ്പിൾ ഫോണല്ല, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് വിക്ഷേപിച്ച 1981. ഇനിയും തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് 1963 നവംബർ 1-ന്. അവിടെ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നൈക്ക് അപ്പാച്ചെ കേട്ടോ. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നൈക്ക് അപ്പാച്ചയാണ്. ഇനി ISRO ലോഗോയിലെ നിറങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നോക്കിയിട്ട് വേണം പോകാൻ. നിറങ്ങൾ ഏതാണ്? ഓറഞ്ചും നീലയും കേട്ടോ, ഓർത്തിരിക്കണം. ഓറഞ്ച് നീലയാണ് ISRO ലോഗോയിലെ നിറങ്ങൾ അറിയപ്പെടുന്നു കേട്ടോ. ഇനി തുമ്പയിൽ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ സ്ഥാപിതമായ വർഷം എന്നാണ്? 1965 കേട്ടോ. തുമ്പയിൽ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ സ്ഥാപിതമായ വർഷം 1965-ലാണ്. ഇവിടെ നമ്മൾ ISRO ലോഗോയിൽ ഒരു നിറങ്ങളുണ്ടല്ലേ, ഓറഞ്ച് നീല. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് കണ്ണില്ലേ, കണ്ണ്. സയൻസിൽ നിന്നുള്ള ചോദ്യമാണ്, ഇപ്പോൾ കണ്ടപ്പോൾ പറയുന്നേ ഉള്ളൂ. നമ്മുടെ കണ്ണിന് ഏറ്റവും നമുക്കറിയാമല്ലോ, കണ്ണിനകത്ത് വൈറ്റമിൻ വേണം അല്ലേ. ഈ വൈറ്റമിൻ ഏറ്റവും കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെ നിറത്തിലാണ് കാണപ്പെടുന്നത് അറിയോ? നമ്മുടെ കണ്ണിന് ഏറ്റവും പ്രൊട്ടക്റ്റീവായിട്ട്, അല്ലെങ്കിൽ കണ്ണിന് ഏറ്റവും ക്ഷമത കൂടി കിട്ടാനായിട്ട് ഏറ്റവും നമുക്ക് ക്ഷമത കൂടിയ നിറങ്ങൾ ഏതൊക്കെയുള്ള ഫുഡ് കഴിച്ചാലാണെന്നറിയാമോ? ഈ ഓറഞ്ച് ഞാൻ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്, അറിയാമോ ഏതൊക്കെയാണ്? ലീന എന്തോ പറയുന്നുണ്ട്. ലീന ക്യാരറ്റ്, അതിൻ്റെ നിറങ്ങൾ മതി, ചോദിച്ചിട്ടുണ്ട്, അത് ഓർത്തിരിക്കണം. ചുവപ്പ് അതുപോലെ തന്നെ ഓറഞ്ച് കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് എന്തുള്ളത്? കൂടുതലായിട്ട് നമ്മുടെ കണ്ണിന് ശക്തി കിട്ടുന്നത്, അല്ലെങ്കിൽ കണ്ണിന് നമ്മുടെ പവർ കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയ വൈറ്റമിൻസുകൾ കേട്ടോ, ഓർത്തിരിക്കണം. ഇനി ഏത് വൈറ്റമിനാണ് കണ്ണിനെ സഹായിക്കുന്നത് അതറിയാമോ? ഏത് വൈറ്റമിനാണ് കണ്ണിനെ സഹായിക്കുന്നത്? ഏത് വൈറ്റമിനാ? വൈറ്റമിൻ എ കേട്ടോ. വൈറ്റമിൻ എ കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ഓറഞ്ച്, ചുവപ്പ് നിറങ്ങളുള്ളത്. അതുപോലെ തന്നെ ഇലക്കറികളും കേട്ടോ. നമ്മുടെ ഇലക്കറികളില്ലേ, ഇലക്കറികൾ, അതായത് ചീര, അതുപോലെ മുരിങ്ങയില, നമ്മുടെ ചേമ്പില, ഇതുപോലുള്ള ഇലക്കറികൾക്കകത്തും ഇഷ്ടം പോലെ എന്തുണ്ട്? വൈറ്റമിൻ എ ഉണ്ട്. സോ അതും നമ്മുടെ കണ്ണിന് ഫലവത്താണ് കേട്ടോ. നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പോൾ ഫോണിന് അഡിക്റ്റ് അല്ലേ, അപ്പോൾ ഫോണൊക്കെ ഇപ്രാവശ്യം മാറ്റി വെച്ചുകൊണ്ട് ഇതുപോലുള്ള ക്യാരറ്റും ബീട്രൂട്ടും തക്കാളിയും ഒക്കെ പിള്ളേരെ കൊണ്ട് കഴിപ്പിച്ച് പഠിപ്പിക്കണം കേട്ടോ. വൈറ്റമിൻ എയുടെ കണ്ടൻറ്റ് കൂടുതലാണ് ഇലക്കറികളൊക്കെ. മുരിങ്ങയില, അതുപോലെ തന്നെ നമ്മുടെ ചീര,
കപ്പച്ചീര, അതുപോലെ തന്നെ നമ്മുടെ കുപ്പച്ചീര എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചീരകളുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ പിള്ളേർക്ക് കറി വെച്ചൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് അവരുടെ കണ്ണിന് കേട്ടോ. ഇനിയും നമ്മൾ പഠിച്ചതാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ടയിലാണ്. ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലാണുള്ളത്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തുമ്പ, തിരുവനന്തപുരത്ത്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി കാണാം കേട്ടോ, ഇപ്പോഴും ഓപ്പൺ ആണ്, പാസ് എടുത്താൽ മതി, പോയി കാണാം. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തുമ്പയിലാണ്. തുമ്പ UNOയ്ക്ക് സമർപ്പിച്ച വർഷം 1968 ഫെബ്രുവരി 2-നാണ് തുമ്പ UNOയ്ക്ക് സമർപ്പിച്ചത്. അടുത്തത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ ഐക്യരാഷ്ട്ര സഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ് കേട്ടോ. നമ്മുടെ ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. അടുത്തത് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം, ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ശ്രീഹരിക്കോട്ട തന്നെയാണ് കേട്ടോ, ഓർത്തിരിക്കണം. നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് പറഞ്ഞ ശ്രീഹരിക്കോട്ടയിൽ തന്നെയാണ് എന്തുള്ളത്? ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം, ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1972. ISROയുടെ വാണിജ്യ സംസ്ഥാനം ആൻട്രിക്സ് കോർപ്പറേഷൻ കേട്ടോ. ആൻട്രിക്സ് കോർപ്പറേഷനാണ് ISROയുടെ വാണിജ്യ സ്ഥാപനം. ആൻട്രിക്സ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1992-ലാണ്. ഇനി ISRO പുതിയ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് റിസർച്ച് ഇന്ത്യ ലിമിറ്റഡ് നിലവിൽ വന്നത് ബംഗളൂരുവിലാണ് കേട്ടോ, ഓർത്തിരിക്കണം. ഇനിയും ഇവിടെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ISRO ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലുള്ളത്. ISRO മിസൈൽ വിക്ഷേപണ കേന്ദ്രം ചാന്ദിപ്പൂർ, ഒഡീഷയിലാണ് കേട്ടോ. മിസൈലുകൾ വിക്ഷേപിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ചാന്ദിപ്പൂരിൽ നിന്നാണ്. റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത് തുമ്പ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള തുമ്പയിൽ നിന്നാണ്. സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ അഹമ്മദാബാദിലാണ്. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ഹൈദരാബാദിലാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട, മിസൈൽ വിക്ഷേപണ കേന്ദ്രം ചാന്ദിപ്പൂര്, റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ, സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ അഹമ്മദാബാദ്, നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ഹൈദരാബാദ് കേട്ടോ. ഈ 4 ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതിൽ ഉപഗ്രഹം, മിസൈൽ, റോക്കറ്റ്, ഇത്രയും കാര്യങ്ങളിലും അത്യാവശ്യമായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ. അവിടെ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത് കേട്ടോ, മറന്നു പോകല്ലേ. ഇനിയും മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാ? ഡോക്ടർ CV രാമനാണോ? APJ അബ്ദുൽ കലാമാണോ? ഡോക്ടർ ഹർ ഗോവിന്ദ് ഖുരാനയാണോ? ഡോക്ടർ ചന്ദ്രശേഖരനാണോ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാ? ഡോക്ടർ APJ അബ്ദുൽ കലാം കേട്ടോ. APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ, മറന്നു പോയില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാ? മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ അതറിയത്തില്ലല്ലേ. ടെസ്സി തോമസ് കേട്ടോ, ഓർത്തിരിക്കണം. ടെസ്സി തോമസ് ആണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇനി റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതോ? റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ ആരാന്നറിയോ? റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ, റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ ആരാ? കെ ശിവൻ കേട്ടോ. കെ ശിവനാണ് റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നു. ഈ 4 പേര് ഇമ്പോർട്ടൻ്റ്. റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നു റോക്കറ്റ് വുമൺ ഋതു കരുതൽ കേട്ടോ. ഋതു കരുതലാണ് റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കണം, മിസൈൽ മാൻ ആണെങ്കിൽ അബ്ദുൽ കലാം, മിസൈൽ വുമൺ ആണെങ്കിൽ ടെസ്സി തോമസ്, റോക്കറ്റ് മാൻ ആണെങ്കിൽ കെ ശിവൻ, റോക്കറ്റ് വുമൺ ആണെങ്കിൽ ഋതു കരുതൽ കേട്ടോ. 4 പേരുടെ പേര് ഓർത്തിരിക്കണം, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണെന്ന് നോക്കി 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അബ്ദുൽ കലാം ജനിച്ചത്. അബുൾ പക്കീർ ജൻലാദീൻ അബ്ദുൽ കലാം എന്നാണ് യഥാർത്ഥ നാമം. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിച്ചത് 97-ലാണ്. അവിവാഹിതനായിരുന്ന ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. വേണമെങ്കിൽ ചോദിക്കാം, ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പറ്റി ശരിയായിട്ടുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സോ ഇതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. പ്രസ്താവനകൾ അറിയണമെങ്കിൽ ഓരോ ABCDയിലുള്ള ഓപ്ഷനും നമ്മൾ നോക്കി വെച്ചിട്ട് വേണം പോകാൻ. അല്ല എന്നുണ്ടെങ്കിൽ പ്രസ്ഥാന വയസ്സിലുള്ള ചോദ്യങ്ങൾ നമുക്ക് തെറ്റും കേട്ടോ. ഓർത്തിരിക്കണം, അവിവാഹിതനായ ആദ്യ രാഷ്ട്രപതിയാണ്. ഇനി ശാസ്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരനല്ലാത്ത എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ്. ശാസ്ത്രജ്ഞനായിരുന്നു, രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു രാഷ്ട്രപതിയാണ് നമ്മുടെ APJ അബ്ദുൽ കലാം. ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി
ഏതാണ് നമ്മുടെ APJ അബ്ദുൽ കലാം തന്നെ കേട്ടോ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതിയും APJ അബ്ദുൽ കലാം തന്നെയാണ്. അതേപോലെ തന്നെ ബോയ്ഖാറിലെ ഇന്ത്യയുടെ 2ാം ആവണ പരീക്ഷണ സമയത്ത് APJ അബ്ദുൽ കലാം അറിയപ്പെടുന്ന രഹസ്യനാമം മേജർ ജനറൽ പൃഥ്വിരാജ് കേട്ടോ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ പേരിലാണ് നമ്മുടെ ബോയ്ഖാറിലെ ഇന്ത്യയുടെ 2ാം ആവണ പരീക്ഷണ സമയത്ത് APJ അബ്ദുൽ കലാം അറിയപ്പെട്ടിരുന്ന രഹസ്യനാമം. കാരണം ബാക്കിയുള്ള പുറത്ത് APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ പേര് പുറത്തു പോയാൽ ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ പേരിലാണ് APJ അബ്ദുൽ കലാം ആ കാലയളവിൽ അറിയപ്പെട്ടിരുന്നത്. ഇനിയും സ്കൂളുകളിൽ കലാമിൻ്റെ ജീവിതം വിഷയമാക്കിയ സംസ്ഥാനം മധ്യപ്രദേശാണ് കേട്ടോ. നോക്കിയിട്ട് വേണം പോകാൻ. സ്കൂളുകളിൽ കലാമിൻ്റെ ജീവിതം വിഷയമാക്കിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് അല്ലെങ്കിൽ APJ അബ്ദുൽ കലാമിനെതിരെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വനിത ലക്ഷ്മി സൈഗാളാണ് കേട്ടോ. ലക്ഷ്മി സൈഗാളാണ് APJ അബ്ദുൽ കലാമിനെതിരെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വനിത. അതേപോലെ തന്നെ ഈ പേരുകളെല്ലാം ഓർത്തിരിക്കണം. അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, ഇന്ത്യ 2020, എ വിഷൻ ഫോർ ദി ന്യൂ മില്ലേനിയം, ഇൻഡാമിറ്റബിൾ സ്പിരിറ്റ്സ് എന്നിവ അബ്ദുൽ കലാമിൻ്റെ പ്രധാന കൃതികളാണ്. അതിൽ അഗ്നിച്ചിറകളും ഇഗ്നൈറ്റഡ് മൈൻഡ്സും എ വിഷൻ ഫോർ ന്യൂ മില്ലേനിയം മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അവയെ നോക്കിയിട്ട് വേണം പോകാൻ. അഗ്നിച്ചിറകളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളൂ അല്ലേ. വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം, ജീവിതത്തിൽ നടന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. സോ അത് നോക്കിയിട്ട് വേണം പോകാം കേട്ടോ. അഗ്നിച്ചിറകളുണ്ട്, അതുപോലെ തന്നെ വിങ്സ് ഓഫ് ഫയർ ഉണ്ട്, അതുപോലെ തന്നെ ദി ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കൃതികളാണ്. ഇനിയും പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായ ശേഷം ഇന്ത്യൻ പ്രസിഡൻ്റായ വ്യക്തി നമ്മുടെ അബ്ദുൽ കലാം തന്നെയാണ്. അന്തർവാഹിനി, സിഡു രക്ഷക്, യുദ്ധവിമാനം സുഖോയ് എന്നിവയിൽ സഞ്ചരിച്ച ആദ്യ രാഷ്ട്രപതിയും ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? നമ്മുടെ അബ്ദുൽ കലാം തന്നെയാണ്. കേരളത്തിന് 10 കർമ്മ പരിപാടി കേട്ടോ. നോക്കിയിട്ട് വേണം പോകാൻ. ചോദ്യമാണ്. കേരളത്തിന് 10 കർമ്മ പരിപാടി സംഭാവന ചെയ്ത രാഷ്ട്രപതിയാണ് നമ്മുടെ APJ അബ്ദുൽ കലാം. 10 മേഖലയിൽ നമുക്ക് വികസനം കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് 10 കർമ്മ പരിപാടി കേരളത്തിൽ ആവിഷ്കരിക്കുകയുണ്ടായി. അത് സംഭാവന ചെയ്യുകയുണ്ടായി. ആ സംഭാവന ചെയ്ത രാഷ്ട്രപതി നമ്മുടെ അബ്ദുൽ കലാം തന്നെയാണ്. അബ്ദുൽ കലാമിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്നത് പേരുങ്കമ്പ് രാമേശ്വരത്ത് കേട്ടോ. പേക്കരുമ്പ് രാമേശ്വരത്താണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇനി ഞാൻ ചോദ്യം ഇവിടെ ഉണ്ടോ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അബ്ദുൽ കലാമാണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസി തോമസ് ആണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ K ശിവനാണ്. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ഋതു കരുതലാണ് കേട്ടോ. ഇത്രയും സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞ പദം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്ക് തന്നെയാണ്. കാരണം ഉണ്ടോ, യുക്തിപൂർവ്വം വിവേകത്തോടെ ചിന്തിക്കാനുള്ള മനസ്ഥിതിക്ക് പറയുന്ന നമ്മുടെ മനസ്ഥിതിക്ക് പറയുന്ന പേരാണ് സയൻറ്റിഫിക് ടെമ്പർ. ഒരു വ്യക്തി തൻ്റെ ദൈനംദിന ജീവിതത്തിൽ തീരുമാനമെടുക്കുന്നതിന് ശാസ്ത്രീയ രീതി അവലംബിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എന്താണെന്ന് പറയാം? നമ്മുടെ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടെന്ന് പറയാം. ശാസ്ത്രീയ രീതിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നമുക്കറിയാം. ചർച്ച, സംവാദം, നിരീക്ഷണം, പരീക്ഷണം, അപകർത്തനം എന്നിവയൊക്കെ നമ്മുടെ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി അടുത്തതാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന പദം ആദ്യമായി ലോകത്തിന് സംഭാവന ചെയ്ത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ് പോകാൻ. ഇത് പല ആവർത്തി ചോദിച്ചു കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. സയൻറ്റിഫിക് ടെമ്പർ എന്ന പദം ആദ്യമായിട്ട് സംഭാവന ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു ആണ്. ഇവിടെ വന്ന് പഠിച്ചത് നമ്മുടെ ആരെ പറ്റിയായിരുന്നു? APJ അബ്ദുൽ കലാമിനെ പറ്റിയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കിപ്പോകേണ്ട ഒരെണ്ണമാണ് നമ്മുടെ ആരെപ്പറ്റി? നമ്മുടെ ജവഹർലാൽ നെഹ്റു. അദ്ദേഹം എഴുതിയ ഡിസ്കവറി ഓഫ് ഇന്ത്യ, നമ്മുടെ ഈ പറഞ്ഞ 2 പേരുടെ ബുക്കുകൾ തമ്മിൽ, വിങ്സ് ഓഫ് ഫയറും ഈ പറഞ്ഞ ഡിസ്കവറി ഓഫ് ഇന്ത്യയും തമ്മിൽ അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞു പോകാനുള്ള സാധ്യതകൾ വളരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനോട് തന്നെ നമ്മുടെ അഗ്നിച്ചിറകൾ പഠിക്കുന്ന പോലെ തന്നെ നമ്മുടെ ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകം കൂടി നമ്മൾ നോക്കിയിട്ടാണ് പോകാൻ. വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന പറഞ്ഞ വാക്ക് അദ്ദേഹം ഇതിനകത്താണ് എഴുതി വെച്ചത് കേട്ടോ. സോ ഇദ്ദേഹത്തോട് കൂടെ തന്നെ ഈ അബ്ദുൽ കലാമിൻ്റെ തിയറീസിനോട് കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ സംഭാവന ചെയ്തൊരു വാക്കാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. 1946 അദ്ദേഹം എഴുതിയ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് എഴുതിയ പുസ്തകത്തിലാണ് അദ്ദേഹം ഇത് വിവരിച്ചിരിക്കുന്നത് കേട്ടോ. വസ്തുനിഷ്ഠമായി എന്താണെന്ന് എടുത്ത് പറയുന്നുണ്ടോ? വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ നോക്കിക്കാണുക എന്നതിനപ്പുറം പുരോഗതിയും സർഗാത്മകതയും പരിപോഷിപ്പിക്കുന്നതിനും സയൻറ്റിഫിക് ടെമ്പറിലൂടെ സാധ്യമാകും. സയൻറ്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കുക എന്നത് ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും കർത്തവ്യമാണെന്ന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഭരണഘടനയെ പോലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പം തന്നെ
ഈ സയൻറ്റിഫിക് ടെമ്പറിലൂടെ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെ യുക്തിപൂർവ്വവും വിവേകപൂർവ്വവും നമ്മൾ നോക്കി കാണണമെന്നും കുട്ടികളെ ആ ഒരു രീതിയിലൂടെ നമ്മൾ പഠിപ്പിച്ച് വരണമെന്നും നമ്മുടെ ഭരണഘടനയിൽ വരെ അനുശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ 1946 എഴുതിയ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എന്താണ് ഈ ഒരു വാക്ക് എന്താണ് നമ്മുടെ സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് കൊണ്ടുവന്നു. ഇതിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കറണ്ടായിട്ടൊരു ചോദ്യമാണ്, പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യം കേട്ടോ. അപ്പോൾ നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞതോട് കൂടെ തന്നെ നമ്മൾ പറഞ്ഞ അഗ്നിച്ചിറകൾ അല്ലെങ്കിൽ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എ വിഷൻ ഫോർ ദി ന്യൂ മില്ലേനിയം എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയാണ് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ നമ്മുടെ ഡിസ്കവറി ഓഫ് ഇന്ത്യ കേട്ടോ. അതിൻ്റെ അകത്ത് അദ്ദേഹം ഈ പറഞ്ഞ സയൻറ്റിഫിക് ടെമ്പർ കേട്ടോ, പേര് മറന്നുപോലെ ഇതായിരുന്നു ചോദിച്ചു, സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അത് നമ്മൾ ടീച്ചേഴ്സ് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടികളിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കണമെന്നും പറയുന്നുണ്ട്. അതിൽ കണ്ടോ നമ്മുടെ ഈ പറഞ്ഞ പ്രശ്നപരിഹരണ ശേഷികൾ എന്താ ഉണ്ട്, ചർച്ചയുണ്ട്, സംവാദമുണ്ട്, നിരീക്ഷണമുണ്ട്, പരീക്ഷണമുണ്ട്, അപഗ്രഥനം. ഇതെല്ലാം നമ്മുടെ പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ പ്രക്രിയാശേഷികളെല്ലാം തന്നെ ആണ് ഉദ്ദേശിക്കുന്നത്. പ്രക്രിയാശേഷികളെല്ലാം തന്നെ അതിൽ ഉൾച്ചേർത്തുകൊണ്ട് വരുന്നതാണ് ഈ പറഞ്ഞ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. സോ അതും നോക്കിയിട്ട് വേണം പോകും കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊണ്ടുവന്ന ടേം ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു. 1946 അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഈ കാര്യം വിവരിച്ചത് കേട്ടോ. ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം, പഠിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ടീച്ചേഴ്സ് നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കാരണം ഇതിൻ്റെ കോൺസെപ്റ്റ് ഒരുപാട് പഠിക്കാൻ തരുന്നതുകൊണ്ടാണ് ഞാൻ ഒരു 4 അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ കൊണ്ട് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ പറഞ്ഞിട്ട് ഞാൻ നിർത്തി തരാം. ഓക്കെ, നോക്കി. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. ഒന്നാമത്തേത്, യൂഫട്രീസ് ട്രൈഗീസ് നദീതീരങ്ങളിൽ നിലനിന്നിരുന്നത് BC 1000 രൂപം കൊണ്ടതായി പറയപ്പെടുന്നു. അതേപോലെ തന്നെ പ്രധാന പട്ടണമാണ് ഉർ. ബാർബേനിയോണിൽ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്. 1, 2 പ്രസ്താവനകൾ തെറ്റാണ്. B രണ്ടാമത്തെ പ്രസ്താവന മാത്രം തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നാലാമത്തെ ഓപ്ഷൻ എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. നമ്മുടെ മെസപ്പൊട്ടോമിയ, അതുപോലെ തന്നെ നമ്മുടെ സിന്ധു നദികളുടെ സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറഞ്ഞതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു പോയതാണ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഇല്ലേ, അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടിരുന്നില്ലേ, യൂഫട്രീസ് ട്രൈഗ്രീസ് നദീതടങ്ങളിലാണ് നിലനിന്നിരുന്നത്. ശരിയല്ലേ പറഞ്ഞത്? നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്ന രാജ്യം ഇറാഖിലാണ്. അതുകൊണ്ട് തന്നെ യൂഫട്രീസ് അതുപോലെ തന്നെ നമ്മുടെ ട്രൈഗ്രീസ് നദീതടങ്ങളിലാണ് ഈ പറഞ്ഞ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു വന്നത്. രണ്ടാമത്തെ പോയിന്റ്, BC 1000 രൂപം കൊണ്ടതായി പറയപ്പെടുന്നു. ആ ഒരു പോയിന്റ് തെറ്റാണ് കേട്ടോ. BC 1000 നമ്മുടെ എന്ത് രൂപം കൊണ്ടത്, നമ്മുടെ മെസപ്പൊട്ടേമിയൻ സംസ്കാരം രൂപം കൊണ്ടത്. ഇനി പ്രധാന പട്ടണമാണ് ഊർ, പറഞ്ഞ ശരിയാണ്. നമ്മുടെ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ പ്രധാന പട്ടണമായിരുന്നു ഉർ എന്ന് പറയുന്നത്. ഇനി ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നത്, അതും ശരിയാണ്. ഓപ്ഷൻ 2 മാത്രമേ തെറ്റുള്ളൂ. സോ ഓപ്ഷൻ B ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. നോക്കിയിട്ട് വേണം പോകാൻ. ഓരോ സംസ്കാരങ്ങൾ, അതായത് മെസപ്പൊട്ടേമിയൻ സംസ്കാരം, അതുപോലെ തന്നെ നമ്മുടെ സിന്ധു നദികളുടെ സംസ്കാരം, അതുപോലെ തന്നെ നമ്മുടെ ഹാരപ്പൻ സംസ്കാരം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഓരോ സംസ്കാരത്തെ പറ്റിയും എടുത്ത് പഠിക്കാനുണ്ട്. അത് നമുക്ക് രാവിലത്തെ ക്ലാസ്സിൽ പറയാം കേട്ടോ. യെസ്, ഓൾറെഡി പറഞ്ഞതാണ്, എന്നാൽ ഒന്നുകൂടി പറയണമല്ലോ, എങ്ങനെയെങ്കിലും ഓർക്കട്ടെ കേട്ടോ. യെസ്, അപ്പം പഠിക്കുക കേട്ടോ. 1500-400 ഇത് നടന്നത് കേട്ടോ. 1000 അതിനും കുറച്ചുകൂടി മുൻപോട്ട് വരണം. 1500, 2000 കാലയളവിലാണ് നമ്മുടെ മെസപ്പൊട്ടേമിയൻ സംസ്കാരം നടന്നത്. ഓരോ വർഷവും അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർക്കുക. അതിൻ്റെ കാര്യങ്ങൾ, ഈ മെസപ്പൊട്ടേമിയൻ പ്രധാനമായിട്ടുള്ള നഗരങ്ങൾ ഉർ മാത്രമല്ല, ഉറിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ലഗാഷ് ഉണ്ട്, അതുപോലെ തന്നെ ഉറൂക്കുണ്ട് കേട്ടോ. ഉറൂക്കും ലഗാഷും എല്ലാം ഈ പറഞ്ഞ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ പ്രധാന നഗരങ്ങളായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. നമ്മൾ ഇതിനകത്ത് അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ ഒരു ഇതിനകത്ത് നഗരങ്ങൾ ഉറൂക്ക്, ലഗാഷ്, ഇതെല്ലാം തന്നെ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ പ്രധാന നഗരങ്ങളാണ് കേട്ടോ. ഇതിനകത്ത് 2 കാര്യങ്ങളെപ്പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ PDF താഴെ വരുന്നതിനകത്ത് നമ്മുടെ സിന്ധു നദികളുടെ സംസ്കാരത്തെ പറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തെ പറ്റി പറയുന്നത് കേട്ടോ. 4 സംസ്കാരങ്ങളേ ഉള്ളൂ ആ പാടെ. അത് നമുക്ക്